ഇന്ന് പകൽക്കാലം കടന്നു വന്ന സമയം മുതൽ ആമേൻ ഹല്ലേലൂയ ആ ദൈവിക സാന്നിധ്യം രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ദൈവം നിങ്ങളെ ഇവിടെ കൂട്ടിവരുത്തിയത് വൃഥാവല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ആമേൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരെ നാം നോക്കണ്ട, മറ്റാരെയും നോക്കണ്ട, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നോക്കണ്ട, നമ്മുടെ കഴിവുകൾ നോക്കണ്ട. അല്പനിമിഷങ്ങൾ ദൈവിക സാന്നിധ്യം എനിക്ക് തിരിച്ചറിയുന്നതിന് തടസ്സമായി കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? ആമേൻ ഹല്ലേലൂയ. എവിടെയെങ്കിലും ശുദ്ധീകരണം വരുത്തേണ്ടതുണ്ടോ? വിശുദ്ധിയിൽ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആനന്ദിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തെ ഞാൻ ഘോഷിച്ചുല്ലസിക്കും എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ആത്മസാന്നിധ്യം അനുഭവിച്ച് മടങ്ങിപ്പോകണം, ആത്മസന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോകണം, ദൈവിക സന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോകണം. അത് ഈ ലോകം തരുന്നത് പോലെയല്ല, ആമേൻ, സുഹൃത്ത് ബന്ധങ്ങൾ തരുന്നത് പോലെയല്ല, കുടുംബ ബന്ധങ്ങൾ തരുന്നത് പോലെയല്ല. ആമേൻ, മറ്റാർക്കും തരാൻ കഴിയാത്തൊരു ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയങ്ങളുടെ മേൽ ഹല്ലേലൂയ ആമേൻ വസിക്കേണ്ടതിന്, നിന്റെ കുടുംബത്തിന്റെ മേൽ വസിക്കേണ്ടതിന്, തലമുറകളുടെ മേൽ വസിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാട്ടുകൾ ഈടിച്ചു വന്ന ദാസന്മാരെ ബലപ്പെടുത്തണം, അവരുടെ മേൽ ദൈവികമായ കൃപ പകരണം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിറവോടുകൂടെ ഹല്ലേലൂയ അവർ ആയിരിക്കാൻ സഹായിക്കണം കർത്താവേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ ഘോഷിച്ചുല്ലസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം ഉയരുവാൻ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പാ. ദൈവമേ, രോഗികൾ സൗഖ്യമാകുന്ന പകലായി മാറട്ടെ, നിരാശകൾ നീങ്ങുന്ന പകലായി മാറട്ടെ, വേദനകൾ നീങ്ങുന്ന പകലായി മാറട്ടെ, ഹൃദയത്തിന്റെ മുറിവുകൾ കെട്ടപ്പെടുന്ന പകലായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈ സഭാഹോളും പരിസരവും ദൂതന്മാരെ കൊണ്ട് വലയം ചെയ്താട്ട് കൃപയിൽ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കൂട്ടിവരുത്തിയ ദൈവത്തെ അല്പനിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടച്ച് നമ്മുടെ നാവുകളെല്ലാം ചലിപ്പിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തുതി കൊടുത്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ ഹല്ലേലൂയ നമ്മളായിരുന്ന മേഖലയിൽ ഹല്ലേലൂയ അവൻ്റെ കരം കൂടെ ഇരുന്നു. ഹല്ലേലൂയ. നമ്മൾ അർഹിക്കാത്ത നന്മകളെ തന്ന ദൈവം മാനിച്ചു നമ്മളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ അല്പനിമിഷങ്ങൾ അതരങ്ങളെ തുറന്നുകൊണ്ട് നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോടൊന്ന് സംസാരിക്കാമോ? ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റുന്നവർ അല്പനിമിഷങ്ങൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ച് ഹല്ലേലൂയ. കർത്താവേ, അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ആരോഗ്യത്തോടെ കർത്താവേ, ജീവനോടൊരു സാക്ഷിയായി കർത്താവേ ഈ ആരാധന ആലയത്തിൽ കൊണ്ടുവരുവാൻ തന്ന കൃപയ്ക്കായി കർത്താവേ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. 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 നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് തീ പിടിക്കണമെങ്കിൽ ഒരു പ്രേരണയുടെ ആവശ്യമില്ല. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അല്പനിമിഷങ്ങൾ നമ്മൾ ഹൃദയങ്ങളിൽ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അതരങ്ങളെ തുറന്ന് അല്പനിമിഷങ്ങൾ നമ്മളെ തന്നെ ഒരുക്കി ഹല്ലേലൂയ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വേറൊരു കെട്ടുകാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നവരെ പോലെ അല്ല നിൽക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മസന്തോഷം അനുഭവിച്ചു പോകുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ സന്നിധിയിൽ നിന്ന് വല്ലതൊക്കെ പ്രാപിച്ചു പോകുവാനുള്ളൊരു ദിവസമായി തീരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗ സന്തോഷം കൊണ്ട് ഇന്ന് സന്തോഷിക്കുവാൻ ഹല്ലേലൂയ കല്ലുപോലുള്ള ഹൃദയങ്ങളെ ഇന്ന് മെഴുകുപോലെ ഉരുകുന്നൊരു ദിവസമാകുവാൻ ഹല്ലേലൂയ അല്പനിമിഷങ്ങൾ അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. അവൻ നടത്തിയ വഴികളെ ഓർത്ത് അല്പനിമിഷങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മായായ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ വേർപെട്ട് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ശത്രു പലവിധമായ ഹല്ലേലൂയ പോരാട്ടങ്ങൾ കൊണ്ടുവരും. ഹല്ലേലൂയ പലവിധമായ ഹല്ലേലൂയ അട്രാക്ഷൻസ് കൊണ്ടുവരും. ഹല്ലേലൂയ അതിനെ എല്ലാം മറികടന്ന് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദൈവമക്കൾ ഓരോ ദിവസം ജയമെടുത്ത് ജീവിക്കുവാൻ ഹല്ലേലൂയ
ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ എല്ലാം അടിച്ച് ഹല്ലേലൂയ, ദൈവശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മശക്തിയാൽ ഇന്നു നടത്തണമേ. ഇന്നാത്മശക്തിയാൽ ഇന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകു പോലുരുക്കണമേ. ഇന്നു മെഴുകു പോലുരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ, സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ, നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ വെളിച്ചങ്ങൾ വീശുന്നു. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ. ഓ പ്രകാശിക്ക വേണം വെളിച്ചമായി, ഓ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ.
പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ. ആമേൻ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. ആമേൻ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രകാശിക്ക വേണം. ഓ ഹല്ലേലൂയ. പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വെളിച്ചങ്ങൾ വിശുദ്ധു, ദൈവത്തിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വെളിച്ചങ്ങൾ വിശുദ്ധു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വിശുദ്ധു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ. വെളിച്ചങ്ങൾ വിശുദ്ധു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വിശുദ്ധു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം ആത്മസന്തോഷം ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കുരിഞ്ഞു നോക്കുന്ന ആരാധന. കല്ലുപോലുള്ള ഹൃദയങ്ങളെ ഇന്നും മെഴുകുപോലെ ഉരുക്കുന്നതിന് പകൽക്കാലം. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവ്, ജയമെടുക്കുന്ന കർത്താവ്, ജയമെടുക്കുന്ന കർത്താവ്, കർത്താവേ ഹല്ലേലൂയ. ജയം യഹോവയ്ക്കുള്ളതാണ്. ഓ അതിനെ ചകർക്കുവാൻ, ഓ ഹല്ലേലൂയ, സാത്താന കോട്ടകൾ നടക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സകല അന്ധകാര ശക്തികൾ ഓ മാറി. ഹല്ലേലൂയ. വെളിച്ചങ്ങൾ വീശുന്നതിന് പകലായി. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മസന്തോഷത്തോടെ, ആത്മശക്തിയോടെ, ഹല്ലേലൂയ, ഒരു പുതിയ മനുഷ്യനായി, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഓ നിറഞ്ഞു പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധനേ, ഓ രാജാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓ ജീസസ്, ഹല്ലേലൂയ. ആത്മസന്തോഷം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ആത്മശക്തിയോട് ആരാധിക്കുന്ന അല്പ നിമിഷം കൂടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് അല്പ നിമിഷങ്ങൾ കൂടെ ആരാധിച്ചേ. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങനെ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും കർത്താവേ, ഏത് ബുദ്ധിമുട്ട് പ്രയാസത്തിലാണെങ്കിലും കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ഒരു ഹൃദയം കർത്താവേ ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തരുന്ന കഷ്ടപ്പാടുകൾ കർത്താവേ, കർത്താവേ, നീ അറിഞ്ഞു തരുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവേ, അത് ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ ഇടയാക്കണം കർത്താവേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഓ ജീസസ്, ഹല്ലേലൂയ. നിനക്ക് മുന്നായി പോയവർ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചത്, ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കിയിട്ടാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ വിഷയത്തിന്റെ മേലെ മനുഷ്യനെ അല്ല ദൈവം ഇറക്കാൻ പോകുന്നത്, ദൂതനെ അല്ല ഇറക്കാൻ പോകുന്നത് ദൈവം. ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങളുടെ മധ്യത്തിൽ നേരിട്ട് ഇറങ്ങി വരാൻ പോകുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് പാലക്കാലം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പായിക്കേ. ഹല്ലേലൂയ. കർത്താവേ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി കർത്താവേ, നിന്റെ മുഖത്തേക്ക് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ കർത്താവേ. കർത്താവ്, എന്ത് വിഷയം വന്നാലും കർത്താവേ, യോഹന്നാൻ മാർവിലേക്ക് ചാരി പോലെ കർത്താവേ, നിന്റെ മാർവിലേക്ക് ചാരുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായി. ചേർന്ന് പാടാമോ? ഞെരുക്കത്തിനപ്പം ഞാൻ, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം കരങ്ങളെല്ലാം ഉയർത്തി യാത്ര ചെയ്യാനും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനിൻ ആത്മാവ്. കാലം കഴിയുന്നു, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനിൻ ആത്മാവ്. യാത്ര ചെയ്യും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ
കടൽ തീരത്തിൽ ഓ ഹല്ലേലൂയ. യേശുവിൻ പൊൻമുഖം നോക്കുവാൻ പൊൻമുഖത്തിടും ഞാൻ. ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കി കടൽ തീരത്തിൽ യേശുവിൽ പൊന്മുഖം മുത്തിയിടും ഞാൻ. കരങ്ങളെല്ലാം ഉയർത്തി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യുന്ന യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വിടുണ്ടും നാവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടുണ്ടും കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണേലും എന്തെല്ലാം ബുദ്ധിമുട്ടാണേലും ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ കഷ്ടത കണ്ട് നിന്നെ കളിയാക്കുന്നവരുടെ മധ്യത്തിലും ഹല്ലേലൂയ എത്ര പ്രയാസത്തിന്റെ മധ്യത്തിലും ഹല്ലേലൂയ നിന്നയുടെ അപമാനത്തിന്റെ നടുവിലും ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിന് മുന്നിൽ ഹല്ലേലൂയ മുഖത്തോടെ നോക്കി ഒറ്റ പ്രാവശ്യം കൊണ്ടു പാടിക്കേ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കർത്താവ് തന്ന പ്രത്യാശയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം വലിയ ആത്മസാന്നിധ്യം രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ ലോകമാം ഗംഭീരവാരിധിയിൽ ഹല്ലേലൂയ വിശ്വാസ കപ്പലിലോടുവാൻ ദൈവം തന്ന Psalms 23. ഹല്ലേലൂയ എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ വിശുദ്ധ കൈരങ്ങളെ ഉയർത്തി നമുക്ക് അല്പനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാട്ട്. അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതെ അനേക രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ അനേക കുടുംബങ്ങൾ ദുഃഖത്തിന്റെ നെടുവീർപ്പിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സന്തോഷത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയുള്ള
ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. എല്ലാവർക്കും നമുക്ക് ദിവസം താണിരിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാനായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവ്വകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആമേൻ നന്മകളെയും കൃപകളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്വർഗ്ഗീയമായ കർത്താവ് നമ്മളെ ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തനത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും വലിയ ആത്മസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മധ്യേ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം തന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചന ആമേൻ ഇംഗ്ലീഷ് വർഷിപ്പിൽ പ്രിയ ദാസന്മാരുടെ കേൾക്കുവാൻ തക്കണമിടയായി. ആത്മനിറവോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കണമിടയായി. അതിനുശേഷവും നമുക്ക് ഹല്ലേലൂയ ആത്മനിറവോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കണമിടയായി. ആമേൻ. ഹല്ലേലൂയ. അല്പ നിമിഷങ്ങൾ വചനവുമായി നിൽക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. വചനം ആര് സംസാരിക്കുന്നു എന്നതിലല്ല, അവൻ പറയപ്പെടുന്നത് ആരുടെ വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. തുടർമാനം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ആമേൻ സ്വതന്ത്രം ചെറുപ്പം മുതൽ നമ്മൾ ആദ്യം കാണാതെ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ആമേൻ ഹല്ലേലൂയ ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ആമേൻ. പലതവണ വായിക്കുമ്പോഴും ദൈവത്തിന് ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളോട് ആമേൻ ഹൃദ്യമായി സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം വചനത്തോട് മറുതലിക്കുന്നവരാകരുത്. വചനത്തെ ആമേൻ ഹല്ലേലൂയ രണ്ട് കൈയും നീട്ടി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവരായി നാം ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കാനായി കഴിയുന്ന 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ ഇടയനായെന്ന് എൻ്റെ ഇടയനാണെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ആടുകളാണ്. ആമേൻ. യഹോവ എൻ്റെ ഇടയനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാ. ആമേൻ. ഹല്ലേലൂയ. അതൊരു ജസ്റ്റ് ഒരു ഇടയനല്ല. ആമേൻ. സ്തോത്രം. അനേക ഇടയന്മാരിൽ ഒരു സാധാരണ ഇടയനല്ല. ആമേൻ. യഹോവ എൻ്റെ ഇടയനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ കർത്താവാണ് എന്ന വിശ്വാസത്തിലായിരിക്കണം നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ആരുടെ സന്നിധിയിലാണ് ആയിരിക്കുന്നത് എന്നുള്ളൊരു ഉറച്ച ബോധ്യവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഭയഭക്തിയോടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അനുസരിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം നാം ദൈവസന്നിധിയിലായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി പകർന്നുകൊണ്ട് ഒരു ദൈവശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിലേക്ക് കൂർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആമേൻ പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകാം. പല നിരാശകൾ നിങ്ങളുടെ ഹൃദയത്തെ മൂടുപടമിട്ട് പോരാടുന്നുണ്ടാകാം. ആമേൻ. പലതരത്തിലുള്ള വിഷമങ്ങൾ, മറ്റാരോടും പറയാത്ത പല വേദനകൾ നിങ്ങളുടെ ഹൃദയത്തെ അടക്കി വാഴുന്നതിൻ്റെ നടുവിലായിരിക്കാം ഇന്ന് പകൽക്കാലം നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ലഭ്യമായി തീരുവാനിടയായി തീരും. ഈ ലോകത്തിലെ മറ്റൊന്നിനും തരാൻ കഴിയാത്തൊരു ദൈവിക സന്തോഷം അത് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവജനത്തിനും മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ നിരാശകളെ ഓർത്ത് ഭാരപ്പെടേണ്ട. നല്ല ഇടയനായൊരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ഇടയനാണ്. എൻ്റെ ആവശ്യങ്ങളിലെല്ലാം എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു നല്ല ഇടയനാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വിഷയത്തിലോ 2 വിഷയത്തിലോ മാത്രം എൻ്റെ കൂടെ ഇരിക്കുന്നവനല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ കൂടെ ഞാൻ കടന്നു പോയേണ്ടി വന്നാലും ആ മേഖലകളിലൊക്കെ എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എൻ്റെ ഇടയനായി എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. എൻ്റെ പേഴ്സണൽ ലൈഫിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭൗതികമായിട്ടുള്ളതായിക്കോട്ടെ ആത്മീകമായിട്ടുള്ളതായിക്കോട്ടെ ആമേൻ സ്തോത്രം കുടുംബജീവിതത്തിലെ ആയിക്കോട്ടെ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും നടത്തി തരാൻ കഴിവുള്ള ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ സ്തോത്രം.
എൻ്റെ ജീവിതയാത്രയുടെ പൂർണ്ണതയിൽ എന്നെ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഒരു നല്ല ഇടയൻ. ആ ഇടയൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ഇടയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനാണ്. ഹല്ലേലൂയ. നാം ആവരും ഹല്ലേലൂയ സാധാരണ ഒരു ബോർഡ് കണ്ടതുകൊണ്ട് ഇവിടെ കയറി വന്നതല്ല. ആമേൻ, ഹല്ലേലൂയ. മറ്റ് ആരാധനാലയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കയറി വന്നതല്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന, അഴുക്കു ചാലിൽ കിടന്ന നമ്മളെ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ക്രൂശിൽ യാഗമായി രക്ഷ നമ്മുടെ ജീവിതത്തിൽ തന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഒരു നല്ല ഇടയന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മറ്റാരും ഹല്ലേലൂയ ജീവൻ തരാൻ തയ്യാറാകത്തില്ല. ഒരു പക്ഷേ കുറെ സാമ്പത്തികം തന്ന് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ഹല്ലേലൂയ ചില സഹായങ്ങൾ ചെയ്യും, ഹല്ലേലൂയ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായ പലതും ചെയ്യും. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന മറ്റ് ഒരു ദൈവവുമില്ല. നമ്മുടെ യേശു കർത്താവാണ് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ കഴിവ് കൊണ്ടല്ല, ആമേൻ, സ്തോത്രം, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല. ആമേൻ, സ്തോത്രം, നാം അയോഗ്യരായിരുന്നപ്പോഴും പാപത്തിന് അടിമപ്പെട്ട് നാം ജീവിച്ചപ്പോഴും ഹല്ലേലൂയ നമ്മളെ തള്ളിക്കളയാതെ കൂട്ടം തെറ്റിയ ആടിനെ തേടി വന്ന ഒരു നല്ല ഇടയൻ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ആ ദൈവസ്നേഹം അനുഭവിപ്പാൻ കൃപ ലഭിച്ച എല്ലാ ദൈവമക്കളും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാം എങ്ങനെയുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 പത്രോസ് 2:25 വായിച്ചു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തിന് ഇന്നുള്ള പ്രിവിലേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം തെറ്റി ഉഴന്ന് ആടുകളെ പോലെയുള്ളവരായിരുന്നു. ഒരു കാലം, നമുക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ആമേൻ, ദൈവസന്നിധിയിൽ തെറ്റി നടന്നൊരു സമയം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മളുടെ ഭാഗ്യപദവി എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വരുവാൻ കൃപ ലഭിച്ചു എന്നാണ് ആമേൻ, സ്തോത്രം, ഇന്ന് നമ്മുടെ മേലുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ നല്ല ഇടയൻ നമ്മളെ തേടി വന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ ആമേൻ, ഹല്ലേലൂയ, ആടുകളെ ഉപേക്ഷിക്കുന്ന ഇടയനല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ ആടുകളെ അവഗണിച്ചു പോകുന്ന ഇടയനല്ല. ആമേൻ, സ്തോത്രം, ആടുകളെ മറക്കുന്ന ഇടയനല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ കാണുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് പല ഇടയന്മാരും ആടുകളെ ഭക്ഷിക്കുന്നവരായി, അവരുടെ മേധസ് ഭക്ഷിക്കുന്നവരായി. ഹല്ലേലൂയ. ആമേൻ, ആ നിലവാരത്തിൽ ഇടയന്മാർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ആടുകളെ പറ്റി ഭാരമില്ലാത്തവരായിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കൂട്ടം തെറ്റി ആടുകളെ തേടിപ്പോകാത്തവരായിരിക്കുമ്പോൾ, ബലഹീനമായതിനെ തിരഞ്ഞു പോകാതിരിക്കുമ്പോൾ, മുറിവുള്ളതിനെ മുറിവ് കെട്ടാതെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നാം കൂട്ടം തെറ്റിയോടിയപ്പോഴും, നാം ദൈവത്തിൽ നിന്ന് മറുതലിച്ചു പോയപ്പോഴും നമ്മളെ തേടി വന്ന ഒരു ഇടയൻ്റെ സ്നേഹമുണ്ട്. ആ ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ യേശുവാണ് നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത്. പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുത്ത നല്ല ഇടയൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് നാം മറക്കാതെ ആമേൻ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതയാത്രയിൽ മറ്റാരും കൂടില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെയുള്ളൊരു ഇടയനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇടയനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അവൻ മുങ്ങിപ്പോകുകയില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം, ഈ ലോകത്തിലെ ഏത് മിഥ്യാമൂർത്തിക്ക് പറയാൻ പറ്റും ഇത്രമാത്രം ഒരു ഉറപ്പ്? നീ ഈ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ കൂടെ കടന്നു പോയാലും എൻ്റെ കരം നിന്നോട് കൂടെയുണ്ടെന്ന് ആമേൻ ആരുറപ്പ് തരും? ഏത് കൂട്ടുകാർ ഉറപ്പ് തരും? ഏത് കുടുംബക്കാർ ഉറപ്പ് തരും? ഏത് മാതാപിതാക്കൾ ഉറപ്പ് തരും? ഹല്ലേലൂയ. അവർക്കൊക്കെയും പരിമിതികളുണ്ട്, എത്തിച്ചേരേണ്ടതിന് പരിമിതികളുണ്ട്, വരാൻ കഴിയുന്ന മേഖലകൾക്ക് പരിമിതികളുണ്ട്. ആമേൻ, നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ നീ ഇരുട്ടിൽ ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ റൂമിനകത്ത് വേദനപ്പെട്ടിരുന്നാലും ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നിന്റെ യാത്രയിൽ നിനക്ക് വിഷമകരമായ ഒരു പ്രയാസം നേരിട്ടാൽ അവിടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ ജോലി മേഖലയിൽ മേൽ ഹല്ലേലൂയ, സ്തോത്രം, ചില പ്രയാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള മേഖലകളിന് മേൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ കൂടായാലും, തീയുടെ അനുഭവമായാലും വെള്ളത്തിന്റെ അനുഭവമായാലും അഗ്നി ദഹിപ്പിക്കുന്ന മേഖലകളായാലും അവിടെയെല്ലാം നിന്നോട് കൂടെ ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവില നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം ആരും സാധാരണപ്പെട്ടവരല്ല.
ദൈവത്തിന്റെ ആടുകളാണ്. ഹല്ലേലൂയ. ആമേൻ. സ്വതന്ത്രം. അധികാരത്തോടെ നിന്റെ ഹൃദയത്തെ കീഴടക്കുന്ന നിരാശകളോട് പറ, എനിക്കൊരു നല്ല ഇടയനുണ്ട്, എന്നെ പരിപാലിക്കുന്ന, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഞാൻ ഭയപ്പെടത്തില്ല, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ആവശ്യത്തിന് ദൈവിക കരുതൽ എൻ്റെ മേലുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതയാത്രയിൽ പലതരത്തിലുള്ള ആമേൻ സ്തോത്രം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പലതരത്തിൽ നിരാശകൾ നമ്മളെ കീഴടക്കാം. എന്നാൽ അതിന് നടുവിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, വിശ്വാസത്തോടെ പറ, ആമേൻ ഹല്ലേലൂയ, എനിക്കൊരു നല്ല ഇടയനുണ്ട്, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. എനിക്ക് എൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് സംരക്ഷണം ലഭിക്കും. എനിക്ക് വഴികാട്ടുന്ന നല്ലൊരു ഇടയനുണ്ട്. എനിക്ക് ദൈവിക അനുഗ്രഹങ്ങൾ തരുന്ന നല്ലൊരു ഇടയനുണ്ട്. എനിക്ക് ആഹാരത്തിന് കുറവ് വരികയില്ല, എനിക്ക് പാർപ്പിടത്തിന് കുറവ് വരികയില്ല, എൻ്റെ അവസരങ്ങൾക്ക് കുറവ് വരികയില്ല, എൻ്റെ ബന്ധങ്ങൾക്ക് കുറവ് വരികയില്ല. ഹല്ലേലൂയ. സ്തോത്രം. കാരണം യഹോവ എൻ്റെ ഇടയനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആത്മകൃപ പ്രാപിച്ച, അവൻ പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിച്ച ദൈവജനം, അവൻ യഹോവ എൻ്റെ ഇടയനാണെന്ന് ഉറപ്പുള്ള ദൈവജനം അധികാരത്തോടെ വിളിച്ചു പറ, ഹല്ലേലൂയ. അവൻ കുറവെൻ്റെ ഭാഗമല്ല, എന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദാരിദ്ര്യവും ഇല്ലായ്മയും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല, എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് മുട്ടുണ്ടാകയില്ല, എൻ്റെ നല്ല ഇടയൻ എന്നെ വഴി നടത്തും, എന്നെ സമൃദ്ധിയിലേക്ക് വഴി നടത്തും എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അല്പനിമിഷം നന്ദിയുള്ള ഹൃദയത്തോടെ ആമേൻ ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങ് എൻ്റെ ഇടയനായതിനിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം ഏറ്റെടുത്തതിൽ, എനിക്ക് രക്ഷ തന്ന് എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, എന്നെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട്, എന്നെ കരുതുന്നത് കൊണ്ട് നന്ദിയോടെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ദൈവത്തെ സ്തുതിക്കാൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വേണോ? ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വേണോ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ 2-ാമത്തെ വാക്യം വായിക്കാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഒരു നല്ല ഇടയനറിയാം തൻ്റെ ആടുകളെ എങ്ങോട്ട് നയിക്കണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നല്ല ഇടയനറിയാം തൻ്റെ ആടുകളെ ഓരോ ദിവസവും മേയാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന്. അവർക്ക് സമൃദ്ധിയായിട്ട് അവർക്ക് വേണ്ടത് ആമേൻ ഒരുക്കുവാൻ ഒരു നല്ല ഇടയനറിയാം. അവർക്ക് വേണ്ടുന്ന ആഹാരം ഒരുക്കുവാൻ ഒരു നല്ല ഇടയനറിയാം. ആമേൻ. അവരെ കൊണ്ടുപോകുന്ന ദിശകളും വഴികളും അറിയാം. ശത്രു അവരെ അപഹരിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഇടയനറിയാം. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നല്ല ഇടയനായ ദൈവം നമ്മളോട് കൂടെയുള്ളപ്പോൾ ഹല്ലേലൂയ, ആ ഇടയൻ്റെ വാക്കിന് ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറായാൽ, ആമേൻ സ്തോത്രം, ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം മനസ്സിലാകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഇടയൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കാൻ തയ്യാറായാൽ നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്താൻ കൊണ്ടുപോകാൻ യഹോവ ശക്തനാ. ആ കൂട്ടം തെറ്റി നീ ഓടുവാൻ ഇടയായി തീർന്നാൽ, ഇടയൻ്റെ കണ്ണു വെട്ടിച്ച് സ്വന്തം ഇഷ്ടത്തിന് ഓടാൻ തയ്യാറായാൽ, ആമേൻ ഹല്ലേലൂയ, നിന്നെ കാത്തിരിക്കുന്ന ശത്രുക്കൾ നിന്നെ അപായപ്പെടുത്തും. ആമേൻ. ഇടയൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയാൽ ആമേൻ പല മേഖലകളിൽ കൂടെയും ശത്രു നിന്നെ അപായപ്പെടുത്തും. എന്നാൽ ഹല്ലേലൂയ, ഇടയൻ്റെ ശബ്ദത്തിന് നിന്റെ കാതുകളെ ആമേൻ കൂർപ്പിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നിന്നെ മേയിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യെഹെസ്കേൽ 34-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവം ഇടയനായിരിക്കുന്ന ജനത്തിന് ദൈവം ഒരുക്കുന്ന ഭാഗ്യപദവിയെ പറ്റി അവിടെ പറഞ്ഞത്. അതിന് മേലോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇടയന്മാർ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് ആമേൻ കുന്നുകളിലും മേച്ചിൽപ്പുറങ്ങളിലും ഉഴന്നു നടന്ന ആട്ടിൻകൂട്ടത്തെ ദൈവം ശേഖരിച്ച് ഹല്ലേലൂയ ആമേൻ വാഗ്ദത്തം ചെയ്യുന്ന വാഗ്ദത്തമാണ്, ഞാൻ അവരുടെ മേച്ചിൽപ്പുറത്ത്, നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവരെ മേയിപ്പിക്കും. ആമേൻ. അവർക്ക് നല്ല കിടപ്പിടത്ത് അവരെ കിടത്തും. ഹല്ലേലൂയ. നീ ഉഴന്ന് നടന്നവനായിരുന്നെങ്കിൽ നിന്നെ നല്ല മേച്ചിൽപ്പുറത്ത് ആമേൻ മേയുവാനും, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ താഴ്വരെ കിടത്തുമെന്നല്ല പറഞ്ഞത്. ആമേൻ സ്തോത്രം. നിന്നെ ഉയർന്ന ആമേൻ മേടുകളിൽ, ഇസ്രായേലിന്റെ ഉയർന്ന പർവ്വതങ്ങളിൽ നിന്നെ കിടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഇന്നത്തെ താഴ്വരെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ആമേൻ. നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടിക്കുവാൻ തക്കതായ കഴിവുള്ള ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയിപ്പാൻ ശക്തനായ ഒരിടയൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഉയർന്ന മലകളിൽ നിനക്ക് കിടപ്പടമാക്കാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ പച്ചയായ മേച്ചിൽപ്പുറം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതലാണ്. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ശാന്തതയാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ ശാന്തത അനുഭവിക്കാൻ കഴിയാതെ ആരെങ്കിലും ഇതിനുള്ളിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, തിരുവചനം അവരോട് പറയുന്നു, നിന്നെ ശാന്തമായ വെള്ളത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹാലെ, പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നെ കിടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ ഭാരമോർത്ത് നീ ഭാരപ്പെടേണ്ട. അവൻ നല്ല ഇടയൻ്റെ കരങ്ങളിൽ, നല്ല ഇടയൻ്റെ അവൻ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാൻ തയ്യാറായാൽ, നല്ല ഇടയൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, പരിധിക്കുള്ളിൽ നിൽക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, ഇന്നത്തെ കഷ്ടപ്പാടുകൾ ഓർക്കണ്ട. നിനക്ക്, ഹല്ലേലൂയ, നിന്നെ ശാന്തതയിലേക്ക്, നിന്റെ കുടുംബത്തെ ശാന്തതയിലേക്ക്, നിന്റെ മനസ്സിനെ ശാന്തതയിലേക്ക്, ഇന്ന് നിന്നെ അലട്ടുന്ന പല മേഖലകളെ, ഇന്ന് നിന്നെ അലട്ടുന്ന ചില ശാരീരിക ബുദ്ധിമുട്ടുകളെ, ഇന്ന് നിന്നെ അലട്ടുന്ന നിന്റെ ഹൃദയത്തെ അടക്കി വാഴുന്ന പല ഹല്ലേലൂയ വേദനകളെ മാറ്റി നിന്റെ ഹൃദയത്തെ ശാന്തതയിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തനായ ഒരു ഇടയന്റെ കരങ്ങളിലാ നീ ആയിരിക്കുന്നത്. പക്ഷേ നീ ഇടയന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ, ഇടയന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകണം. നിന്നെ എങ്ങനെ നടത്തണമെന്ന് ഇടയനറിയാം. നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഇടയനറിയാം. അല്ല, ഏത് പാതയിൽ കൂടെ നടത്തണമെന്ന് അറിയാം. ഇടയന്റെ വാക്കിന് ചെവി കൊടുത്താൽ മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിലെ ആത്മീകമായ ഭൗതികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും, പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ശാന്തത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇന്നലെ വരെയും ഇത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നാൾക്ക് നാൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദിനം പ്രതി അറിയാതെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, സമാധാനത്തെ കെടുതിക്കളയുന്ന വിഷയങ്ങൾ ശത്രുവായം കൊണ്ടിടുന്നുണ്ടെങ്കിൽ, കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഇന്ന് പകൽക്കാലം സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ ഒന്ന് നടത്തണം. ഹല്ലേലൂയ, എന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് കളയുന്ന പൈശാചിക മണ്ഡലങ്ങൾ തകരണം. അതിനുള്ള കൃപ എൻ്റെ മേൽ പകരണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്ക് ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം: ഇന്ന് ഞാൻ നിരാശനായി കഴിയുകയില്ല, യഹോവ എൻ്റെ ഇടയനാണ്. ദൈവം എൻ്റെ മേൽ ശാന്തത അയക്കും, യഹോവ എൻ്റെ ഇടയനാണ്. ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തിന്മേൽ കടന്നു വരും, യഹോവ എൻ്റെ ഇടയനാണ്. ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് പ്രാർത്ഥിക്കണം? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവം എന്നെ നിയന്ത്രിക്കണം, ദൈവം എന്നെ വഴി നടത്തണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഏത് സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് ദൈവം ആലോചന പറഞ്ഞു എന്നെ നടത്തണം. എൻ്റെ ഓരോ മൂവ്മെൻറ്റും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടത്തണം. ഹല്ലേലൂയ, എന്നെ കരം പിടിച്ച് വഴി നടത്തണം. അപ്രകാരം ദൈവകാര്യങ്ങളൊന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ ഒരു മേഖലകളും നീ വീണു പോകാൻ ഇടയാകത്തില്ല, ഒരു മേഖലകളിൽ നീ തളരുവാൻ ഇടയാകത്തില്ല. ദൈവഹിതമല്ലാത്ത ശത്രു ഒരുക്കുന്ന ചതിക്കുഴികളിലൊന്നും പോകാൻ അനുവദിക്കരുതേ കർത്താവേ എന്ന് ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആമേൻ. ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ, കർത്താവെ, നിരാശപ്പെട്ട് ദുഃഖിച്ച് വേദനപ്പെട്ട് നടക്കാൻ എന്നെ അനുവദിക്കരുതെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ദൈവഹിതമല്ലാത്ത ഒരു വഴികളിലും പോകാൻ അനുവദിക്കാതെ, ശത്രുവിൻ്റെ കയ്യിൽ ഞാൻ അകപ്പെട്ടു പോകാതെ, ദൈവത്തിൻ്റെ കാവലും പരിപാലനം എൻ്റെ മേൽ ഉണ്ടായിരിക്കണമെന്ന് ഓരോ ദിവസവും നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അവൻ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം വേദനിച്ചിരിക്കുന്നതാകാം, നിന്റെ ഹൃദയം മുറിവ് അവൻ സംഭവിച്ചിട്ടുണ്ടാവാം. ഹല്ലേലൂയ, നിരാശ നിന്നെ മൂടിയിരിക്കാം. ഹല്ലേലൂയ, ജീവിതത്തിലെ പല മേടുകളിൽ നിന്നും റിജക്ഷൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം. ആമേൻ, പല മേഖലകളിലും കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. ആമേൻ, ഹല്ലേലൂയ, കൂടെ കാണുമെന്ന് വിചാരിച്ച പലരും ഹല്ലേലൂയ കൈവിട്ടിട്ടുണ്ടാകാം. ഹല്ലേലൂയ, ഹൃദയം തകർന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇതിനുള്ളിലായിരിക്കുന്നെങ്കിൽ, ആമേൻ, അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത്, ഹല്ലേലൂയ, ആമേൻ, ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് നിന്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു മുറിവിനെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ശുശ്രൂഷിക്കാൻ കഴിയും. നിന്റെ ഹൃദയത്തിന്റെ വേദനയെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ ശാസ്ത്രവും ഇന്ന് വരെ വളർന്നിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ, ആമേൻ, മറ്റവരോടും പറയാതെ, ആമേൻ, നീറി കഴിയുന്ന നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടാൻ കഴിവുള്ള ഒരൊറ്റ ഇടയനേ ഉള്ളൂ, അതെന്റെ യേശു കർത്താവാ. ഹല്ലേലൂയ, പ്രാണനെ തണുപ്പിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ആ നല്ല ഇടയൻ. ഈ ലോകത്തിൽ, ആമേൻ, ഒരു പരിധിയിൽ കൂടുതൽ വേദനകൾ ഒരു മനുഷ്യന് കടന്നു വന്നാൽ മദ്യത്തിൽ ആശ്രയിക്കുന്നവൻ മദ്യത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പലരും, ആമേൻ, കുടുംബജീവിതത്തിൽ തകർന്നു പോകും. ഹല്ലേലൂയ, അതിന് മേലെ വന്നാൽ
ജീവിതം അവസാനിപ്പിക്കും. ഇന്ന് ലോകം നടക്കുന്നത് ആ മേഖലകളിലാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമാണ് പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടും പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും അവിടെയൊന്നും വീണു പോകാതെ ഹല്ലേലൂയ അവൻ പ്രാണനെ ദൈവം തണുപ്പിച്ച് സമാധാനത്തോലും സ്വസ്ഥതയിലും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഹൃദയത്തിന് മുറിവ് കെട്ടാൻ കഴിവുള്ള ഒരു നല്ല ദൈവ സാന്നിധ്യം, നിന്റെ നിരാശകളെ നീക്കിക്കഴിയാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം, നിനക്ക് സമാധാനത്തെ തരുവാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം കൂടെയുള്ളതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതിന് 4-ാമത്തെ വാക്യങ്ങളോട് വായിച്ച് ഞാൻ ദിവസത്തിൽ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. വിശ്വാസത്തോടെ ഇന്ന് ഉറക്കപ്പറ, ഞാൻ സാത്താനെ ഭയപ്പെടുകയില്ല. എൻ്റെ ജീവിതത്തിൽ കൊണ്ടിടുന്ന ഭയങ്ങളെ ഒന്നും, എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന നിരാശകളൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആമേൻ. ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തിന് കൂരിരുളിൻ്റെ അവസ്ഥ വരത്തില്ലെന്നല്ല. ഹല്ലേലൂയ, സ്തോത്രം. താഴ്വരയുടെ അവസ്ഥ വരത്തില്ലെന്നല്ല. ആമേൻ. അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരത്തില്ലെന്നല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, മരണകരമായ സിറ്റുവേഷൻ ജീവിതത്തിൽ വരത്തില്ലെന്നല്ല. ഈ മേഖലയിൽ കൂടെ ഒക്കെ നീ കടന്നു പോകേണ്ട അവസ്ഥ വന്നാലും നീ ഭയപ്പെടേണ്ട. യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യഹോവ നിന്നെ പരിപാലിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ചുറ്റുമുണ്ട് എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അവൻ്റെ വടിയും കോലും നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും പരിപാലനവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? കർത്താവേ, ആമേൻ, ദൈവത്തിൻ്റെ ആ കാവലും പരിപാലനത്തിനുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആശ്വാസമാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ പ്രൊട്ടക്ഷൻ എനിക്ക് വലിയ ആമേൻ വിടുതലാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങ് നൽകുന്ന ശക്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. എൻ്റെ മുന്നോട്ട് എന്നെ നയിക്കുന്നത് അങ്ങയുടെ ശക്തിയാണ്. ഞാൻ സാത്താനെ ഭയപ്പെടുകയില്ല. ഞാൻ അനർത്ഥത്തെ ഭയപ്പെടുകയില്ല. ജീവിതത്തിലേക്ക് എന്നെ മൂടിക്കളയാൻ നോക്കുന്ന ഇരുട്ടിനെ ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ. ഹല്ലേലൂയ. നിരാശപ്പെടുന്ന വാർത്തകൾ എന്നെ നേരെ കടന്നു വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. നെഗറ്റീവ് റിസൾട്ടുകൾ എന്നെ നേരെ കടന്നു വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ രോഗത്തെ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. താഴ്വരയിൽ കൂടെ ആമേൻ ഹല്ലേലൂയ നടുവിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ട വന്നാലും ഞാൻ അതിൽ നിന്ന് പുറത്തു വരും. അനർത്ഥം അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ അതിനെ അതിജീവിക്കും. ഹല്ലേലൂയ. ഇരുട്ടെൻ്റെ ജീവിതത്തെ മൂടിക്കടഞ്ഞാലും ദൈവിക പ്രകാശം എൻ്റെ മേൽ കടന്നു വരും. ഹല്ലേലൂയ, സ്തോത്രം. ഏത് ക്രൈസിസും മാറും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായി കഴിയുന്നു. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടല്ല നിന്നെ മാനിക്കുന്നത്. ഹല്ലേലൂയ. നീ ശത്രുക്കളുടെ മുമ്പിൽ നിരാശപ്പെട്ടിട്ടുണ്ടാവാം, നിന്നെ അനുഭവിച്ചിട്ടുണ്ടാകാം, വേദന അനുഭവിച്ചിട്ടുണ്ടാകാം, പല മേഖലയിൽ കൂടെ നീ കരഞ്ഞിട്ടുണ്ടാകാം. ആമേൻ. നീ യഥാർത്ഥമായ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെങ്കിൽ നിന്റെ ശത്രുക്കൾ കാണുക നിനക്ക് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തെ ഓർത്തത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ്, നിരാശ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഭയപ്പെടാതെ വണ്ണം അതിജീവിപ്പാനുള്ള ഒരു അഭിഷേകം എൻ്റെ മേൽ പകരണം. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിപ്പാളൊരു ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കൃപ എൻ്റെ മേൽ പകരണം എന്ന് പകൽക്കാലം ഓർമ്മ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നന്മയും കരുണയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന്, ദൈവം ഇടയനായിരിക്കുന്ന ദൈവ പൈതലിന് നന്മയും കരുണയും ഹല്ലേലൂയ ആമേൻ ഒരു ദിവസം പിന്തുടരുമെന്നല്ല, ഒരാഴ്ച പിന്തുടരുമെന്നല്ല, ഒരു മാസം പിന്തുടരുമെന്നല്ല. നീ പോകുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപയും കരുണയും നിൻ്റെ കൂടെ ഉണ്ടാകും. നീ പോകുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വചന നല്ല ഇടയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കും. ആമേൻ. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ആമേൻ ഓർത്ത് ഭാരത്തോട് ഇരിപ്പാനല്ല. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നൊരു നിത്യതയുണ്ട്. അന്ന് ഞാൻ കർത്താവിനോട് ചേർന്ന് വസിക്കും എന്നുള്ള ആമേൻ ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആമേൻ അവർ പഠിച്ച വാക്യം പറയാനുള്ള സമയത്തെ വേർതിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്നവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, ദൈവസന്നിധിയിൽ കടന്നു വരുവാനും, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും ആരാധിപ്പാനും എല്ലാം സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നൽകി തരുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ആമേൻ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, അപ്പം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മക്കളാകുന്ന അടിയങ്ങൾ അടുത്തു വരുന്ന ദൈവമേ സ്തോത്രം. അപ്പം അങ്ങേ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ ജീവിതത്തിൽ ഒരുക്കി തരുന്ന ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. അപ്പം വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകണമേ, ഞങ്ങളെ ഉറപ്പിക്കുമാറാകണമേ, ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടിയങ്ങളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ, അടിയനെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളെ തന്നെ ചെത്തി മിനുക്കി പണിതെടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് ഈ മെസ്സേജ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഏതെങ്കിലും സെക്ഷൻ ലഭിക്കുകയാണെങ്കിൽ സംസാരിക്കുന്നതായിരിക്കും. ആമേൻ. സർദീസിലെ സഭയുടെ ദൂതനെ യേശു കർത്താവ് യോഹന്നാൻ മുഖാന്തരം അരുളി ചെയ്ത ദൂതാണ് നമ്മൾ വായിച്ച് കേട്ടത്. ആരാണ് ദൂത് കൈമാറിയത്? ആരാണ് ഈ ദൂത് കൈമാറിയത്? യേശു കർത്താവാണ് ഈ ദൂത് കൈമാറിയത്. യേശു കർത്താവാണ് ഈ ദൂത് കൈമാറിയത്. ആർക്കാണ് ഈ ദൂത് കൈമാറിയത്? ദൂതനാണ് ദൂത് കൈമാറിയത്. സഭയുടെ ദൂതനാണ് ദൂത് കൈമാറിയത്. അപ്പം സഭയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ അതാരാണ്? ഏഞ്ചലാണോ? അല്ല, അവിടെ മിനിസ്റ്റർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഭയുടെ ആമേൻ സ്തോത്രം ദൂതന്, അതായത് സഭയുടെ മിനിസ്റ്റർക്ക് കൈമാറിയ ദൂതാണ് നമ്മൾ വായിച്ച് കേട്ടത്. നമ്മുടെ യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ആമേൻ ദൈവ സഭയെ നോക്കി വിളിച്ചു പറഞ്ഞ ആലോചനയാണ് അവിടെ കുറിച്ചു വച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്തത്? അപ്പം ദൈവസഭയെ നോക്കുന്ന, ദൈവസഭയെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നോക്കി കാണുമ്പോൾ ദൈവസഭയുടെ പോരായ്മകളെ എടുത്തു പറയുന്നു. എന്താണ് ദൈവസഭയുടെ പോരായ്മ? സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സർദീസ് സഭയുടെ പോരായ്മ, അവർ ജീവനുള്ളവരെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവരായിരുന്നു. 2 ആമേൻ സ്തോത്രം, അവരുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായിട്ട് ദൈവസന്നിധിയിൽ കണ്ടില്ല. ഇതാണ് പ്രധാനമായ 2 പോരായ്മ എടുത്തു പറഞ്ഞത്. അപ്പോൾ പോരായ്മ മാത്രം പറയുക മാത്രമല്ല, അതിനൊരു പരിഹാരം കൂടെ പറഞ്ഞു. എന്താണ് അതിൻ്റെ പരിഹാരം? നിങ്ങൾ ഉണരണം. 2 ചാവാറായ ശേഷിപ്പുകൾ നിങ്ങളുടെ മധ്യത്തിലുണ്ട്, അവർ ശക്തി പ്രാപിക്കണം. മാത്രമല്ല, നിങ്ങളുടെ ഇന്നലകളെ ഓർക്കണം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ എങ്ങനെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മാത്രമല്ല, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇപ്രകാരം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ വരുന്ന നാഴിക നിങ്ങൾ അറിയുകയില്ല. അല്ലെ, നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ, നിങ്ങൾ ഈ കുറവ് നികത്തിയാൽ വെള്ളയുടുപ്പ് ധരിച്ച് ആമേൻ സ്തോത്രം നിങ്ങൾ എന്നോട് കൂടെ നടക്കും. അല്ലേ? ആമേൻ സ്തോത്രം. വളരെ വ്യക്തമായ, വളരെ ശക്തമായ ഒരു ദൂതാണ് യേശു കർത്താവ് ദൈവസഭയ്ക്ക് കൈമാറിയത്. ഈ ദൂത്, അല്ലെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകൾക്കുള്ള ദൂതിനെ 7 കാലഘട്ടങ്ങളിൽ ഉദയം ചെയ്തു വന്ന സഭകളോട് തുലനം ചെയ്ത് പഠിപ്പിക്കലുകൾ ഉണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇത് ആ കാലഘട്ടത്തിലെ സർദീസ് സഭയ്ക്ക് മാത്രമല്ല, ഈ 7 സഭകൾക്ക് മാത്രമല്ല, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റ് സഭകൾക്ക് കൂടെ ഈ ദൂത് എന്തായിരുന്നു? പ്രയോജനകരമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കാലത്തിലുള്ള, ഈ
ഈ കാലഘട്ടത്തിലുള്ള നമ്മുടെ സഭയ്ക്കും മറ്റ് സഭകൾക്കും ഈ ദൂത് പ്രയോജനകരം തന്നെയാണ്. ആമേൻ. ഈ ദൂതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെയാണ് ഞാൻ പഠിച്ച് കയറിപ്പോയി എന്ന് പറഞ്ഞത്. ഈ ദൂതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആമേൻ ഈ ദൂത് എഴുതാനുണ്ടായ സാഹചര്യം, ഇത് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കാനുണ്ടായ സാഹചര്യം, വെളിപ്പെടുത്തി കൊടുത്തവൻ ആരാണ് എന്നുള്ള ആമേൻ സ്വന്തം ആഴമായ ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ദൂതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കാം. നമ്മൾ മുമ്പ് ന്യൂ ഇയർ സർവീസിനൊന്ന് തൊട്ടുപോയൊരു വിഷയമാണ്. ആമേൻ സ്തോത്രം. AD 90-നും 95-നും മധ്യയാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഈ പുസ്തകം എഴുതി എന്ന് വിശ്വസിക്കുന്നത്. ആമേൻ സ്തോത്രം. യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന ശീർഷകത്തോടു കൂടെയാണ് ഈ പുസ്തകത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആമേൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൽ വിശ്വസിച്ചിരുന്നവർ ആമേൻ സ്തോത്രം ലോകമെമ്പാടും സുവിശേഷത്തിൻ്റെ ജ്വാലയുമായി ഓടുവാൻ ആരംഭിച്ചു. സുവിശേഷത്തിൻ്റെ തീ ഒരു കാട്ടുതീ പോലെ കത്തിപ്പടാൻ ആരംഭിച്ചു. യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും മാത്രമല്ല, ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷത്തിൻ്റെ തീ കത്തിപ്പടർന്നുകൊണ്ടേയിരുന്നു. അപ്രകാരം സുവിശേഷത്തിൻ്റെ തീ കത്തുന്നതിനോടൊപ്പം തന്നെ ഇതിനെ തല്ലിക്കെടുത്തുവാൻ, ഊതിക്കെടുത്തുവാൻ ഒട്ടനവധി നിരവധി വ്യക്തികൾ എഴുന്നേറ്റ് വന്നു. ഒട്ടനവധി നിരവധി സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റ് വന്നു. AD 61 നീറോ ചക്രവർത്തിയുടെ കീഴിലുള്ള അതിശക്തമായ പീഡ ദൈവ സഭയ്ക്ക് നേരെ അഴിച്ചുവിട്ടു. ആമേൻ. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ വെട്ടിക്കൊന്നു, തല്ലിക്കൊന്നു, ആമേൻ കല്ലെറിഞ്ഞു കൊന്നു, കുതിരകളെയും കൊണ്ട് ചവിട്ടിക്കൊന്നു, ആമേൻ സ്വതന്ത്രം ചവിട്ടിച്ചു കൊന്നു, തീയിലിട്ട് കൊന്നു. അപ്രകാരം കാണുന്ന വിശ്വാസികളെയെല്ലാം അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരുന്ന അതിപീഡ സഭ അനുഭവിച്ചുകൊണ്ടിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ഒട്ടനവധി ഭക്തന്മാരും അഭിഷക്തന്മാരും ആമേൻ രക്തസാക്ഷികളായി മരിച്ചു. AD 61 കഴിഞ്ഞു. പിന്നീട് AD 81 കടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിശക്തമായ പീഡ ഡൊമിനിഷ്യൻ കേസറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അദ്ദേഹവും ദൈവസഭയെ അതിക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു. ദൈവസഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മരണം എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിലെ ദൈവസഭയുടെ അവസ്ഥ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ അപ്പോസ്തലനായ യോഹന്നാനെയും അവർ പീഡിപ്പിക്കാൻ വേണ്ടി പിടിച്ചു. അവർ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ട് ആമേൻ സ്തോത്രം കൊല്ലുവാൻ ശ്രമിച്ചു. യോഹന്നാൻ മരിച്ചില്ല. ആമേൻ സ്തോത്രം. യോഹന്നാനെ അവർ രാജ്യഭ്രഷ്ട് കൽപ്പിച്ച് ആമേൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പരത്തിയിരുന്ന യോഹന്നാനെ ഈ രാജ്യത്തിന് കൊള്ളാവുന്ന ആമേൻ സ്തോത്രം ഉപദേശം പരത്തുന്നു എന്ന് ആരോപിച്ച് അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് ആമേൻ എന്നുള്ള ആശയം പ്രചരിപ്പിച്ച യോഹന്നാനെ ആമേൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നും സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ കൊള്ളാത്തവനെന്നും എല്ലാം പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ച് രാജ്യഭ്രഷ്ടനാക്കി ആ പത്മോസിൻ്റെ ദ്വീപിലേക്ക് അവർ നാട് കടത്തിയ യോഹന്നാൻ പത്മോസിൻ്റെ ദ്വീപിൽ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോഴാണ് ആമേൻ സ്തോത്രം ഈ വെളിപ്പാട് താൻ കാണുന്നത്. അപ്പോൾ ദൈവ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മരണം. ഒന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നോക്കിയേ. ആമേൻ ആദിമ പിതാക്കന്മാർ അനുഭവിച്ച ഏതെങ്കിലും കഷ്ടതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അല്ലേ? നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പലപ്പോഴും അവർ തങ്ങളുടെ ജീവൻ പോലും പണയത്തിൽ വെച്ചുകൊണ്ട്, ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട് ക്രിസ്തു വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്ന് ദൈവ സഭ പണിതു. പക്ഷെ നമ്മൾ എങ്ങനെയാ? ഈ ലോകം നമ്മെ മാടി വിളിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ മോഹം നമ്മളെ വിളിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട്, ആ ദൈവത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ആമേൻ ജീവിക്കുന്നവരായിട്ടല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറ്. ആമേൻ സ്തോത്രം. അപ്പോൾ അതികഠിനമായ ക്രൂരതയിലൂടെ ദൈവസഭ കടന്നു പോകുന്ന ഒരു സന്ദർഭം, അതികഠിനമായ ആമേൻ സ്തോത്രം വേദനയുടെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടക്കുന്ന സമയം, ആമേൻ ലോകം തള്ളി, ആമേൻ സ്തോത്രം തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, മരണത്തെ മുഖാമുഖം കാണുന്നു. ആമേൻ സ്തോത്രം. ആ സമയത്ത് സ്റ്റോറി ഓഫ് റിഡംഷൻ്റെ ലാസ്റ്റ് ബുക്ക് ചിത്രത്തിൽ ആമേൻ സ്തോത്രം പ്രദർശിപ്പിക്കുന്നത് പോലെ സ്വർഗം തുറന്ന് യോഹന്നാൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചു. ആമേൻ ഈ പുസ്തകത്തിൽ ആമേൻ ആദ്യത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ വെളിപ്പാടുണ്ട്, ഈ പുസ്തകത്തിൽ പ്രവചനമുണ്ട്, ഈ പുസ്തകത്തിൽ സഭയോടുള്ള ആമേൻ സ്തോത്രം കത്തുകളുണ്ട്. അല്ലേ? ആമേൻ സ്തോത്രം. എന്തിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? ആമേൻ സ്തോത്രം. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വെളിപ്പാട്, മേലാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വെളിപ്പാട്. നാലാമത്തേത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ദ തിങ്സ് മസ്റ്റ് ഹാപ്പൻ. ആമേൻ പീഡിപ്പിക്കപ്പെട്ട് ചോദ്യചിഹ്നങ്ങളുമായി
വിഷയമായി. മുൻപോട്ട് എങ്ങനെ ജീവിക്കും, ഞങ്ങളുടെ ഭാവി എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നു, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് മരണമാണല്ലോ ദൈവമേ മുൻപിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സഭയുടെ മുൻപിലേക്ക് ആമേൻ സ്വതം ദൈവത്തിൽ നിന്നും പ്രാപിച്ച ദൂത്, ആമേൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് യേശു കർത്താവ് ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാന് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചു. ഇല്ല ദൈവസഭയെ, ഇല്ല ദൈവസഭയെ, ആമേൻ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം. നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ആമേൻ സ്തോത്രം. മേലാൽ സംഭവിക്കാനുള്ളത് കൂടെ യോഹന്നാനിലൂടെ ദൈവസഭയ്ക്ക് ദൈവം കൈമാറി. ആമേൻ. അതിനുശേഷം പറയാ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ആമേൻ സ്തോത്രം. അവിടെ വെളിപ്പാട് എന്ന പദത്തിന് എഴുതി വെച്ചിരിക്കുന്ന പദം ടു അൺവീൽ അല്ലെ അപ്പോകാലിപ്സിസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്ന വാക്കിന്റെ അർത്ഥം ടു ലിഫ്റ്റ്, വീൽ. അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞാൽ ടു ലിഫ്റ്റ് ദ വീൽ. അപ്പോകാലിപ്സിസ് എന്ന പദത്തിന്റെ അർത്ഥം ടു ലിഫ്റ്റ് ദ വീൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ നീക്കി പ്രദർശിപ്പിക്കുക. അപ്പോൾ എന്തൊക്കെ പ്രദർശിപ്പിച്ചു? മേലാൽ സംഭവിക്കാൻ ഉള്ളത് കാലത്തിന്റെ മറ നീക്കി യോഹന്നാന് വേണ്ടി പ്രദർശിപ്പിച്ചു കൊടുത്തു. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ആമേൻ മറ നീക്കി തന്നെ യേശു കർത്താവ് പ്രദർശിപ്പിച്ചു കൊടുത്തു. അതെന്തിനാ യേശു ക്രിസ്തുവിനെ പ്രദർശിപ്പിച്ചു കൊടുത്തത്? യോഹന്നാന് യേശു ക്രിസ്തുവിനെ അറിയില്ലായിരുന്നോ? യോഹന്നാന് യേശു ക്രിസ്തുവിനെ നന്നായി അറിയാമായിരുന്നു. യോഹന്നാൻ ക്രിസ്തുവിന്റെ മാർവോട് ചാരിയവനായിരുന്നു. യോഹന്നാൻ ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലനായിരുന്നു. പിന്നെ എന്തിനാ യേശു കർത്താവിനെ മറ നീക്കി കാണിച്ചു കൊടുക്കേണ്ടത്? പിന്നെ എന്തിനാ യേശു കർത്താവിനെ വെളിപ്പെടുത്തേണ്ട ആവശ്യം എന്താ? ആമേൻ സ്തോത്രം. യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ജഡത്തിന്റെ ഒരു മറ, ഈ ജഡത്തിന്റെ ഒരു മറയ്ക്ക് പിന്നിൽ താൻ തൻ്റെ ദൈവത്വത്തെ മറച്ചു വച്ചിരുന്നു. ഒരു കർട്ടനിട്ട് മറയ്ക്കുന്നത് പോലെ ഈ മനുഷ്യ ജഡത്തിന് പിന്നിൽ തൻ്റെ ദൈവത്വത്തെ താൻ മറച്ചു വെച്ചു. താൻ ബത്ലഹേമിൽ ജനിച്ചപ്പോഴും തൻ്റെ ജഡത്തിന് പിന്നിൽ തൻ്റെ ദൈവത്വം മറഞ്ഞിരുന്നു. തൻ്റെ അധികാരവും തൻ്റെ ദൈവത്വവും തൻ്റെ മഹത്വവും താൻ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജഡത്തിന് പിന്നിൽ മറച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിലേക്ക് താൻ ജനിച്ചത്. ആമേൻ സ്തോത്രം. താൻ ദരിദ്രനായി ഭൂമിയിൽ ജനിച്ചപ്പോഴും പട്ടിണി അനുഭവിച്ചപ്പോഴും ദുഃഖം അനുഭവിച്ചപ്പോഴും എല്ലാം ആമേൻ സ്തോത്രം ഈ ജഡത്തിൻ്റെ പിന്നിൽ തൻ്റെ ദൈവത്വം മറഞ്ഞു കിടന്നു അല്ലേ. ആമേൻ സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയം ആമേൻ ചില സമയങ്ങളിൽ മറുരൂപമലയിലും അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും ചിലപ്പോഴെല്ലാം ഈ മറ നീക്കി ഈ ദൈവത്വം പുറത്തു വന്നിരുന്നു. ദൈവത്വം പുറത്തു വന്നപ്പോഴെല്ലാം പ്രകൃതിക്കോ മനുഷ്യർക്കോ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോഴെല്ലാം മനുഷ്യർ വിറച്ചു, പ്രകൃതി അടങ്ങി അല്ലേ. ആമേൻ സ്തോത്രം. അതായിരുന്നു ദൈവത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആമേൻ സ്തോത്രം. ജാതികൾ കണ്ടത് ആരെയാണ്? ജാതികൾ കണ്ടത് കല്ലേറടിയിടികൾ കൊണ്ട് ഒരു ശാപ മര കുരിശിൽ തൂങ്ങിയ ശപിക്കപ്പെട്ട ഒരുവനെ പോലെ മരിച്ച ക്രിസ്തുവിനെയാണ് ജാതികൾ കണ്ടത്. യഹൂദന്മാരും കണ്ടത് അപ്രകാരമുള്ളൊരു യേശുവിനെയാ. പക്ഷേ ആമേൻ ചില ശിഷ്യന്മാർ മാത്രം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടവരുണ്ട്. പക്ഷേ അവരൊന്നും ആഴമേറിയ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ച് പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ പീഡിപ്പിക്കപ്പെട്ട സഭയ്ക്ക് മുന്നിലോട്ട് അവൻ യേശുവിൽ വിശ്വസിച്ചാൽ മരണമെന്ന് ചിന്തിച്ചു നിന്ന സഭയുടെ മുന്നിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന യോഹന്നാന്റെ മുൻപിലോട്ട് യേശു കർത്താവ് തൻ്റെ മറ നീക്കി തന്നെ പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യനേക്കാൾ പ്രകാശത്തോടുകൂടെ പ്രകാശിക്കുന്നവന്റെ മുഖത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ആത്മവിവശതയിലായിരുന്നിട്ട് പോലും തനിക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മനുഷ്യ കണ്ണുകൾക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. മരിച്ചവനെ പോലെ അവൻ കാൽക്കൽ വീണു. ആമേൻ സ്തോത്രം. ഈ ദൈവസഭയെ അവൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആമേൻ. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അവൻ രാജാവായി വാഴുന്നു. രാജാധിരാജനും കർത്താധികർത്തനുമായവൻ എനിക്കും നിനക്കും വേണ്ടി ഉയരത്തിൽ വാഴുന്നുണ്ട്. ആരെല്ലാം പീഡിപ്പിച്ചാലും ഈ ലോകത്തിലെ ഏത് ശക്തി നിനക്കെതിരെ ഉദയം ചെയ്തു വന്നാലും ദുഷ്ടപിശാച് നിന്റെ ജീവിതത്തിന് നേരെ എഴുന്നേറ്റ് വന്നാലും ആമേൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ആമേൻ സ്തോത്രം. ആ പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോൾ യോഹന്നാനോട് പറയാ, യോഹന്നാനെ ഇല്ലില്ല, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. മേലാൽ സംഭവിക്കാനുള്ളതും എന്നെ കുറിച്ചുള്ള വെളിപ്പാടും നീ എഴുതണം. ആമേൻ സ്തോത്രം. യോഹന്നാൻ എഴുതാൻ ആരംഭിച്ചു. ആദിയിൽ വചനമായിരുന്നവൻ, സകല സൃഷ്ടിയിലും പങ്കെടുത്ത വചനമായിരുന്നവൻ തന്നെ ആമേൻ ശപിക്കപ്പെട്ട ഭൂമിയെയും ആകാശത്തെയും സകലത്തിനെയും ആമേൻ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചു പറയാ, ആമേൻ സകലത്തെയും ഞാൻ പുതുതായി സൃഷ്ടിക്കും. ബത്ലഹേമിൽ ജനിച്ച് വീണവൻ മാത്രമല്ല, അവൻ സിംഹാസനത്തിലും 4 ജീവികളുടെ മധ്യത്തിലിരുന്ന്
അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ഒരുവൻ, കഴുതമേൽ വാഹനമേറിയവൻ മാത്രമല്ല, വെള്ളക്കുതിരമേൽ പ്രത്യക്ഷനാവാൻ പോകുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ദൈവസഭയെ. അതുകൊണ്ട് ആമേൻ സ്തോത്രം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം. ക്രൂശിക്കപ്പെട്ട ഒരുവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ സ്തോത്രം. ക്രൂശിക്കപ്പെട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ സാന്നിധ്യം എഴുന്നള്ളി വന്നിട്ടുണ്ട്. സൂര്യനേക്കാൾ ശോഭയോടെ പ്രകാശിക്കുന്ന അവന്റെ മുഖപ്രകാശം ഇവിടെ വിളങ്ങുന്നുണ്ട്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കഴുതമേൽ വാഹനമേറിയവൻ ഒരു നാൾ ദൈവസഭയെ ചേർക്കുന്നതിന് വേണ്ടി, അവൻ ദൈവസഭയ്ക്ക് വേണ്ടി യോഹന്നാൻ വെളിപ്പാടി കാണുക. അവൻ കഴുതമേൽ വാഹനമേറിയവൻ മാത്രമല്ല, വെള്ളക്കുതിരമേൽ പ്രത്യക്ഷനാവാൻ പോകുന്നവൻ കൂടിയാണ്. ആമേൻ സ്തോത്രം. അവൻ യോഹന്നാൻ ഈ വെളിപ്പാടെല്ലാം കണ്ടതിന് ശേഷം യേശു കർത്താവ് യോഹന്നാനോട് 1-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്. ആമേൻ 1-ാം അധ്യായത്തിൽ യേശു കർത്താവ് കാഹളനാദം പോലത്തെ ഒരു ശബ്ദം യോഹന്നാൻ കേൾക്കാൻ ആരംഭിച്ചു. ആമേൻ സ്തോത്രം. കാഹളനാദം പോലത്തെ, ആമേൻ സ്തോത്രം. എന്താ ശബ്ദം പറഞ്ഞത്? ആമേൻ. അല്ല, 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുദൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന സഭകൾക്ക് നീ എഴുതണം. അല്ലേ? ആമേൻ സ്തോത്രം. തള്ളപ്പെട്ട്, എന്തിൻ്റെ പേരിൽ തള്ളപ്പെട്ടു? സുവിശേഷത്തിൻ്റെ പേരിൽ തള്ളപ്പെട്ടു, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ തള്ളപ്പെട്ടു, ആത്മീക ശുശ്രൂഷകൾ ചെയ്തതിൻ്റെ പേരിൽ തള്ളപ്പെട്ടു. അപ്രകാരമുള്ള അപ്പോസ്തലനോട് ആമേൻ സ്തോത്രം യേശു കർത്താവ് താൻ വെളിപ്പെട്ട് വന്നിട്ട് പറയുകയാണ്, ആമേൻ സ്തോത്രം, നീ എഴുതണം. ആമേൻ, നീ കണ്ടത് എഴുതണം, മേലാൽ സംഭവിക്കാൻ ഉള്ളത് നീ എഴുതണം, എന്നെക്കുറിച്ചുള്ള വെളിപ്പാട് നീ എഴുതണം. നിന്നെ ആരൊതുക്കാൻ ശ്രമിച്ചുവോ, നിന്നെ ആര് തകർക്കാൻ ശ്രമിച്ചുവോ, ഏഷ്യ മൈനറിലെ 8 പ്രധാനപ്പെട്ട സിറ്റികളിൽ 7 പ്രധാനപ്പെട്ട സിറ്റികളിൽ സ്ഥിതി ചെയ്യുന്ന സഭകൾക്ക് നീ ലേഖനം എഴുത്. മുൻപ് ലേഖനം എഴുതിയിട്ടുള്ളവരെല്ലാം ഒരു സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ യോഹന്നാനോട് പറഞ്ഞു, നീ 7 സഭകൾക്കും ഒരുപോലെ ലേഖനം എഴുതണം. എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം, എൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആമേൻ സ്തോത്രം. യോഹന്നാനോട് നിന്നെ ആര് തകർക്കാൻ ശ്രമിച്ചുവോ, നിന്നെ ആരില്ലായ്മ ചെയ്ത് കളയാൻ ശ്രമിച്ചുവോ, ആമേൻ, നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നീ പിന്മാറി പോകുവാനല്ല, മരണത്തെ മുഖാമുഖം കണ്ട് പത്മോസിന് നീ ഏകനായി കിടന്നാലും നീ ക്ഷീണിച്ചു പോകരുത്. ജീവിത സാഹചര്യത്തിന്റെ മുൻപിൽ നീ പിന്മാറി പോകരുത്. ആമേൻ, നീ എന്ത് ചെയ്തോളാം? നീ എഴുതണം. ഒരു സ്റ്റെപ്പ് പിശാച് നിന്നെ പിന്നോട്ട് വലിച്ചാൽ പിന്നോട്ട് പോകാനല്ല, മറിച്ചോ 7 മടങ്ങായി നീ തിരിച്ചടിച്ചോണം. ആ ശക്തിയാണ് നിന്റെ മേൽ പകർന്നിട്ടുള്ളത്. ആ ശക്തിയാണ് നിന്റെ മേൽ പകർന്നിട്ടുള്ളത്. ആമേൻ, സുഷ്ടപിശാചും ലോകവും നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയുന്നതിന് വേണ്ടി, നിന്റെ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്ത് കളയുന്നതിന് വേണ്ടി നിനക്കെതിരെ പടപൊരുതുമ്പോൾ ആത്മയുദ്ധം ചെയ്യുന്ന ദൈവമഹിതലേ, ആത്മാവിൽ നീ ആരാധിക്കാൻ തയ്യാറാവ്. ആത്മാവിൽ നീ ആരാധിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്നെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ അമിക്കയറുകളും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഉടബലതലഘടക ശൈദികനാഥലഘടക ഉടബം രഗതം ധനഘടക ശൈദികന ഉടബലബലതലഘടക ശൈദികനാഥനഘടക ഉടബം ധനകം ഘടകം ശബനം ഉടബലബലതലഘടക ശൈദികനാഥനഘടകം. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉടബാ രഗതേ രഗതലഘടക ശൈദികനാഥനഘടകം. ആമേൻ സ്തോത്രം സ്തോത്രം. ദൈവസഭയെ ഭയപ്പെടേണ്ട, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട. ഒരുവൻ വാഴുന്നുണ്ട്. ആമേൻ, ഈ ലോകം കൊണ്ട് നിന്നെ ഒതുക്കാൻ കഴിയില്ല, ഈ ലോകത്തിന് നിന്നെ ഒതുക്കി കളയാൻ കഴിയുകയില്ല, സാത്താന്റെ ശക്തികൾക്ക് നിന്നെ ഒതുക്കിക്കളയാൻ കഴിയില്ല. ഒരുവൻ രാജാവായി വാഴുന്നു, ഒരുവൻ രാജാവായി വാഴുന്നു. അധികാരങ്ങളെയും രാജ്യത്വങ്ങളെയും നീക്കാൻ കഴിവുള്ള ഒരുവൻ നിനക്ക് മേലെ ആമേൻ സ്തോത്രം അധികാരമെടുത്തു വാഴുന്നു. അവനെയാണ് നീ ആരാധിക്കുന്നത്. അവനെ ആരാധിക്കുന്നത് അവൻ്റെ തിരുസന്നിധിയിലാണ് നീ വന്നിരിക്കുന്നത് എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ ആമേൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പിട്ട് മറ്റേതിലേക്ക് കയറുകയല്ല, മറിച്ചോ സദാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള സദാസമയം ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണം. ആമേൻ സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ആമേൻ സ്തോത്രം പുസ്തകം എഴുതാൻ ആരംഭിച്ചു. തിടുക്കത്തോടെ അവൻ്റെ ആമേൻ സ്തോത്രം ആമുഖം എഴുതുന്നതിൻ്റെ ഒപ്പം താൻ എഴുതി വെച്ചു, സമയം സമീപിച്ചിരിക്കുന്നു, സമയമടുത്തിരിക്കുന്നു. തൻ്റെ ഉള്ളം തുടിച്ചുകൊണ്ട്, തൻ്റെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് അദ്ദേഹം എഴുതി ആരംഭിച്ചു, സമയമടുത്തിരിക്കുന്നു. എന്തിൻ്റെ സമയമടുത്തിരിക്കുന്നു? അവൻ മേഘാരൂഢനായി വരുന്നു. ആമേൻ സ്തോത്രം. അവൻ ഏത് മേഘത്തിൽ എടുക്കപ്പെട്ടുവോ, ശിഷ്യന്മാർ കണ്ടു നിൽക്കെ മേഘത്തിൽ
മേഘത്തിൽ എടുക്കപ്പെട്ടവൻ അതേ മേഘത്തിൽ ഇറങ്ങി വരും. അവൻ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ താൻ ഇറങ്ങി വരും. സഭയാ മണവാട്ടിയെ ചേർക്കുന്നതിന് വേണ്ടി താൻ മടങ്ങി വരും. മധ്യാകാശത്തിൽ അവൻ ഇറങ്ങി വരും. സഭയെ ചേർക്കേണ്ടതിന് വേണ്ടി കർത്താവ് തന്നെ മടങ്ങി വരും. കർത്താവിന്റെ ഗംഭീരനാദം അത് ദൈവസഭ കേൾക്കും. പ്രധാന ദൈവദൂതന്റെ ശബ്ദം അവനെ കാത്തിരിക്കുന്ന വിശുദ്ധർ കേൾക്കും. ആമേൻ. സ്വതം തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കാൻ താൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആമേൻ. സ്തോത്രം, സ്തോത്രം. മരിച്ച ഒരുവനെയല്ല നമ്മൾ ആരാധിക്കുന്നത് കേട്ടോ. നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ അവൻ വേഗത്തിൽ മടങ്ങി വരാൻ പോകുന്നു. ആകാശമേഘത്തിൽ അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും അവൻ ദൈവത്തിന്റെ കാഹളം മുടങ്ങുമ്പോൾ ആമേൻ സ്തോത്രം വിശുദ്ധന്മാർ അത് കേൾക്കും. ദൈവസഭ അത് കേൾക്കും. മുൻപേ മരിച്ചവർ അവൻ ഉയർത്തെഴുന്നേൽക്കും. നീ കല്ലറയിൽ അടയ്ക്കപ്പെട്ടാലും നീ മണ്ണോട് മണ്ണ് ചേർന്ന് പോയാലും ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് മരിച്ചു കിടന്ന ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവന്റെ ശബ്ദം നിന്റെ കർണപദങ്ങളിൽ മുടങ്ങുമ്പോൾ, സ്വന്തം കല്ലറ പൊട്ടിച്ച് പുറത്തു വന്നവന്റെ ശബ്ദം നിന്റെ കർണപദങ്ങളിൽ മുടങ്ങുമ്പോൾ നിന്റെ കല്ലറയും തുറക്കപ്പെടും. നിന്റെ കല്ലറയും തുറക്കപ്പെടും. മരണത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയില്ല. കാരണം എന്തെന്നറിയാമോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ ആമേൻ സ്തോത്രം നിന്നെ ആമേൻ സ്തോത്രം നിന്നെ ചേർക്കുന്നതിന് വേണ്ടി വേഗം ഇറങ്ങി വരും. ദൈവ സഭ ആമേൻ സ്തോത്രം മധ്യാകാശത്തിൽ അവനെ എതിരേൽക്കുന്നതിന് വേണ്ടി എടുക്കപ്പെടും. ഒരു ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ ആകാശവും ഭൂമിയും അധോലോകവും ഒരുപോലെ വിറച്ചെന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ഗംഭീരനാദം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ആമേൻ സ്തോത്രം ഒരു കാന്തം അതിൻ്റെ മാഗ്നറ്റ് തരികളെ മണലിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ തൻ്റെ വിശുദ്ധന്മാർ തന്നോട് ചേർക്കപ്പെടും. ഒരുങ്ങിയിട്ടുണ്ടോ? 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 ആമേൻ. സമയമടുത്തിരിക്കുന്നു, സമയമടുത്തിരിക്കുന്നു. ആമേൻ. പീഡിപ്പിക്കപ്പെടുന്ന സഭയെ ഈ ലോകം നിന്നെ ഞെരുക്കിക്കോട്ടെ, ഈ ജഡം നിന്നെ ഞെരുക്കിക്കോട്ടെ, മനുഷ്യർ നിന്നെ ഞെരുക്കിക്കോട്ടെ, ആരെല്ലാം നിന്നെ ഞെരുക്കിക്കോട്ടെ. ആമേൻ സ്തോത്രം. നിന്റെ കാന്തൻ വന്നു കഴിയുമ്പോൾ ആമേൻ സ്തോത്രം നീ സഭ ഉൽപ്രാപണം ചെയ്യുമ്പോൾ ഒരു ശക്തിക്കും അതിനെ തടയുവാൻ കഴിയുകയില്ല. മണ്ണിൽ നിന്നും നീ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും വിശുദ്ധരായി നീ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നീ എടുക്കപ്പെടുമ്പോൾ അതിനെ തടയാൻ കഴിയുന്ന ഒരു സാമ്രാജ്യ ശക്തികളുമില്ല. അതിനെ തടയാൻ കഴിയുന്ന ഒരു ദുഷ്ടശക്തികളുമില്ല. ആമേൻ സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആ നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്ന നാളുകളാ. ആമേൻ സ്തോത്രം. ആമേൻ. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ദൂത് കൈമാറിയിട്ട് ദൂതൻ ദാനിയേലിനോട് പറഞ്ഞു ആമേൻ സ്തോത്രം നിങ്ങൾ എന്ത് ചെയ്തോണം? ദാനിയേൽ ഈ പ്രവചന പുസ്തകം എഴുതി വെച്ചിട്ട് പുസ്തകം അടച്ച് മുദ്രയിട്ട് വെച്ചോണം. എന്തത്തേക്ക് വേണ്ടി? അന്ത്യകാലഘട്ടത്തിലേക്ക് വേണ്ടി. യോഹന്നാൻ പറഞ്ഞു നിങ്ങളിത് തുറന്നു വെച്ച് എന്ത് ചെയ്തോണം? വായിക്കണം. വായിക്കുന്നവരും വായിച്ച് കേൾക്കുന്നവരും ആമേൻ വായിച്ച് കേൾപ്പിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. കാരണം എന്താ? ആമേൻ സ്തോത്രം ഇത് അന്ത്യകാലം. ആമേൻ. യോഹന്നാൻ്റെ ആ കാലഘട്ടം അന്ത്യകാലമായിരുന്നെങ്കിൽ നമ്മൾ അന്ത്യകാലഘട്ടത്തോട് എത്രത്തോളം അടുത്തു. ആമേൻ സ്തോത്രം. ഇത് എപ്പോൾ സംഭവിക്കും? ഇത് വേഗത്തിൽ സംഭവിക്കും. ദൈവസഭയെ ഇത് എപ്പോൾ സംഭവിക്കും? ഇത് വേഗത്തിൽ സംഭവിക്കും. ഇത് എപ്പോൾ സംഭവിക്കും? നാളെ നീളയല്ല. ഇത് എപ്പോൾ സംഭവിക്കും? ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആകാശത്തെയും ഭൂമിയെയും അവൻ ഇളക്കും. അവൻ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും. രാജ്യത്തോട് എതിർക്കും. അത്തി തളിർക്കും. യഹൂദൻ എന്ന അത്തി തളിർക്കും. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ആമേൻ സ്തോത്രം. ദൈവസഭ വേഗത്തിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അത് നമ്മുടെ പ്രത്യാശയാ, അത് നമ്മുടെ ആശയാ, ഭാഗ്യകരമായ പ്രത്യാശയാ, ജീവനുള്ള പ്രത്യാശയാ. ഈ ലോകത്തിന്റെ കഷ്ടതയല്ല ആമേൻ സ്തോത്രം. മറിച്ചോ കഷ്ടതയുടെ മധ്യത്തിൽ നീ വിളിച്ചു പറയണം ആമേൻ ഞാൻ ദേഹരഹിതനായി എൻ്റെ യേശുവിനെ കാണും. രോഗത്തിന്റെ മധ്യത്തിൽ നീ വിളിച്ചു പറയണം ഈ രോഗത്തിന് എന്നെ ഞെരുക്കുവാൻ കഴിയുകയില്ല, ഈ കഷ്ടതകൾക്ക് എന്നെ ഞെരുക്കുവാൻ കഴിയുകയില്ല. എന്റെ യേശു മടങ്ങി വരും. താമസമിനാവൻ ഇറങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും നിന്റെ എടുപ്പ് നീ ആമേൻ സ്തോത്രം. മനുഷ്യർക്ക് നിന്നെ വിധിച്ച് മാറ്റി നിർത്താം, മനുഷ്യർക്ക് നിന്നെ ശപിച്ച് മാറ്റി നിർത്താം, മനുഷ്യർക്ക് നിന്നെ തള്ളിക്കളയാം, ദുഷ്ടന് നിനക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാം. പക്ഷേ ആമേൻ സ്തോത്രം കർത്താവ് തൻ ഗംഭീരനാഥത്തോട് വരുമ്പോൾ നീ എടുക്കപ്പെടുന്നത് തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. സകലത്തിൻ്റെയും ഉടയവനായവൻ ഇറങ്ങി വരും. എനിക്കും നിനക്കും വേണ്ടി മധ്യാകാശത്തിൽ ഇറങ്ങി വരും.
ഡബക്ഷപനം ധനഘടകം. ആമേൻ സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ദൂതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ മടങ്ങി വരവിനും ആമേൻ സ്തോത്രം യോഹന്നാൻ്റെ വെളിപ്പാടിനും മധ്യേ ആമേൻ നിന്നുകൊണ്ട് യേശു പറയാ ചില കാര്യങ്ങൾ സഭ ക്രമീകരിക്കണം, എത്രയും വേഗത്തിൽ സഭ ക്രമീകരിക്കണം. ഇല്ലെങ്കിൽ എന്താ ആമേൻ സ്തോത്രം കൈവിടപ്പെട്ടു പോകും. ആമേൻ സ്തോത്രം. അതുമാത്രമല്ല ആരാണ് ഈ ദൂത് ഇതാണ് സാഹചര്യം. ആമേൻ സ്തോത്രം. ഒന്ന് ഈ വെളിപ്പാടിനും ആമേൻ സ്തോത്രം അല്ലെങ്കിൽ കഷ്ടതയുടെയും യേശു കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ മധ്യത്തിൽ ദൈവസഭയോട് യേശു കർത്താവ് കാഹളനാദം പോലെ മുഴങ്ങുന്ന ഒരു ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. കാഹളനാദം പഴയ നിയമത്തിൽ എന്തിനാ ഊതുന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ കാഹളനാദം നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിവൈൻ അനൗൺസ്മെൻറ്റ് എന്തെങ്കിലും നടത്തുന്നതിന് വേണ്ടി നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ കർത്താവായ യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനോട് അനുബന്ധപ്പെട്ട് കാഹളനാദത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ അനൗൺസ്മെൻറ്റാണ് സഭയോട് നടത്തിയത്. നീ എന്ത് ചെയ്യണം? ജീവനില്ലാത്തതിൻ്റെ പ്രവൃത്തി ഉപേക്ഷിച്ച് നീ ആമേൻ ജീവിച്ച ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, നീ ഉണരണം. ആമേൻ സ്തോത്രം. ചാവാറായ ശേഷിപ്പുകൾ ശക്തീകരിക്കണം, ഇല്ല എങ്കിൽ അവൻ കള്ളനെ പോലെ വരും. അവൻ്റെ വരവ് ഏത് സമയത്തും നീ എന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഈ ദൈവസഭയിൽ അത് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം യേശു കർത്താവിനാൽ ജീവൻ പ്രാപിച്ചിട്ടും ആമേൻ മരിക്കുന്ന പ്രവർത്തികൾ നിന്നിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ ചാവാറായ ശേഷിപ്പുകളെ പോലെ ഇപ്പം കത്തിത്തീരും, അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചു വീഴുമെന്നുള്ള അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഉണരുക. യേശു വരാറായി. അതിലേക്ക് നമുക്ക് വരാം. യേശു വരാറായി. ആമേൻ സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത ഒന്നും കൂടെ മനസ്സിലാവണമെങ്കിൽ ആമേൻ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ വെളിപ്പാടിൽ കണ്ട ക്രിസ്തുവിനെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ ആ ശബ്ദം ഏതെന്ന് കാണുന്നതിന് വേണ്ടി താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമേൻ താൻ എന്താ കണ്ടത്? 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്. ഒന്ന് വായിക്കാമോ? വാക്യം. മതി അത് പിന്നീട് നമുക്കത് ചിന്തിക്കാം. അപ്പോൾ 7 പൊൻ നിലവിളക്കുകളെ കാണുന്നു അല്ലേ? ഈ 7 പൊൻ നിലവിളക്കുകൾ എന്തിനെ കാണിക്കുന്നു എന്നതിൻ്റെ 20-ാമത്തെ വാക്യത്തിലുണ്ട്. 7 പൊൻ നിലവിളക്കുകൾ 7 സഭകളെ കാണിക്കുന്നു അല്ലേ? 7 സഭകളെ കാണിക്കുന്നു. അപ്പോൾ 7 പൊൻ നിലവിളക്കുകൾ ദൈവസഭയെ കാണിക്കുന്നു. പഴയ നിയമകാലഘട്ടത്തിൽ നിലയങ്കി ധരിക്കുന്ന പുരോഹിതൻ നിലയങ്കി അത് പൗരോഹിത്യത്തെയും രാജകീയതയെയും കാണിക്കുന്നു. മാറത്ത് പൊൻകച്ച കെട്ടിയവനെ അധികാരത്തെയും വിശുദ്ധിയെയും കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ രാജാതിരാജനായവൻ, സർവാധികാരിയായവൻ, വിശുദ്ധിയിൽ അതിഭയങ്കരനായവൻ, ആകാശത്തിലൂടെ കടന്നുപോയ നമ്മുടെ മഹാപുരോഹിതൻ ദൈവസഭയ്ക്ക് മധ്യത്തിൽ ഉലാവുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവസഭയെ നമ്മൾ കടന്നു വന്ന് യേശുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിലയങ്കി ധരിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണോ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്? അല്ല എങ്കിൽ അതരങ്ങളെ തുറന്ന് ദൈവത്തോട് പറ, അപ്പാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അപ്പാ. അയോഗ്യരായിരുന്നു, ഇതിനെല്ലാം അയോഗ്യരായിരുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾ അയോഗ്യരായിരുന്നു പിതാവേ, സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദി എന്ന് അതരങ്ങളെ തുറന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ആമേൻ സ്തോത്രം. അവൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ്റെ തേജസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. പഴയ നിയമകാലഘട്ടത്തിൽ അപ്പോൾ മഹാപുരോഹിതൻ എവിടെയാ? 7 നിലവിളക്കുള്ള നടുവിൽ. എന്തിനാ മഹാപുരോഹിതൻ 7 നിലവിളക്കുള്ള നടുവിൽ ആമേൻ സ്തോത്രം നിൽക്കുന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് വച്ചിട്ടുള്ള 7 നിലവിളക്കുകളുടെ അടുത്ത് വരിക പതിവായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ മഹാപുരോഹിതൻ ആ കാലഘട്ടത്തിൽ ഈ 7 നിലവിളക്കുകളുടെ അടുത്ത് വന്നിരുന്നത്? ആമേൻ സ്തോത്രം. അദ്ദേഹം ആ വിളക്കിനെ എടുത്ത് തുടച്ച് അതിനെ കെയർ ചെയ്ത് അതിനെ പരിപാലിച്ച് അതിനെ ശുശ്രൂഷിച്ച് അതിൽ എണ്ണ പകർന്ന് അതിൻ്റെ തിരിയെ ചെത്തിമിനുക്കി തീയിട്ട് കത്തിച്ച് അതിൻ്റെ അകത്ത് കത്തിച്ചു വയ്ക്കും അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ അവൻ്റെ സാന്നിധ്യം ഇതിൻ്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവസഭയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ദൈവസഭയെ, ദൈവമക്കളെ, നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഞാനല്ല, ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വചനം അവൻ്റെയാണ്. അവനാണ് നിങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ നിങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കും.
പറഞ്ഞിരിക്കുന്നു, അവൻ എണ്ണ പകർന്നുകൊണ്ട്, അവൻ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പകർന്നുകൊണ്ട് നീ നന്നായി കത്തേണ്ടതിന് വേണ്ടി നിന്നെ ചെത്തിമിനുക്കി വചനമാകുന്ന തീയിട്ട് വച്ച് നിന്നെ കത്തിച്ച് വച്ചത് ആരെന്നറിയാമോ? അത് ഉടയവനാണ്. ഒരു വിളക്കും താനെ കത്തുന്നില്ല, ആ വിളക്കിനെ ഒരുവൻ കത്തിക്കണം. അങ്ങനെ നീ എന്ന വിളക്കിനെ കത്തിക്കുന്ന, ദൈവസഭ എന്ന വിളക്കിനെ കത്തിക്കുന്ന, ദൈവസഭയെ ശുശ്രൂഷിക്കുന്ന ഇതിൻ്റെ ഉടയവൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിന്റെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും നിന്റെ മനസ്സിൻ്റെ വ്യാകുലതകളെയും അവൻ്റെ തിരുസന്നിധിയിലേക്ക് നീ ഇറക്കി വയ്ക്കുന്നെങ്കിൽ നിന്റെ കർണപദത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം നീ കേൾക്കും. ആമേൻ, സ്തോത്രം. മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം നീ കേൾക്കും. ചില വചനങ്ങൾ നിന്നോട് സംസാരിക്കും. നീ എന്ന വിളക്ക് പ്രകാശിക്കേണ്ടതിന് വേണ്ടി, നീ എന്ന വിളക്ക് പ്രകാശിക്കേണ്ടതിന് വേണ്ടി. ഇതിന് നമ്മൾ എന്താ യോഗ്യരായിരുന്നു? അല്ലല്ല, നമ്മൾ യോഗ്യരല്ലായിരുന്നു കേട്ടോ. നമ്മൾ അയോഗ്യരായിരുന്നു. പരിശുദ്ധാത്മാവാം എണ്ണ പകർന്ന് നമുക്ക് വേണ്ടുന്ന വചനം തന്ന് നമ്മളെ കത്തിച്ച് നിൽക്കുമാറ് ആക്കി വച്ച് തമ്പുരാന്റെ കരുണയാ. യോഗ്യതയുണ്ടായിരുന്നോ? പാപികളായിരുന്നില്ലേ? കുടഞ്ഞ ചേറ്റിൽ കിടന്നവരായിരുന്നില്ലേ? നാറ്റം വച്ച അവസ്ഥയായിരുന്നില്ലേ? ദുർഗന്ധം നമ്മൾ കടന്നു പോകുന്നിടത്തെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ദുർഗന്ധം, കുഷ്ഠത്തിന്റെ ദുർഗന്ധം, പാപത്തിന്റെ ദുർഗന്ധം നമ്മളിൽ നിന്ന് പുറത്തു വന്നതല്ലേ? നമ്മളെ തൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് തൻ്റെ അഭിഷേക തൈലം നിന്റെ തലമേൽ പകർന്ന് അഭിഷേക തൈലത്തിന് ഒരു പരിമിള ഗന്ധമുണ്ട്. അത് നിന്റെ തലയിലൂടെ പകർന്ന് നിന്റെ പാദം വരെ അത് ഒഴുകിയിറങ്ങി നീ ചെല്ലുന്നിടത്തെല്ലാം നിന്റെ ദുർഗന്ധം പുറത്തു വരാതെ നിന്നെ കഴുകി ശുദ്ധീകരിച്ച് ഈ അഭിഷേക തൈലത്തിന്റെ പരിമിള ഗന്ധം വീശത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തെ മാറ്റിയെടുത്ത ഒരു ഉടയവൻ ഇതിന്റെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, സ്തോത്രം. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. മോശയുടെ കാലഘട്ടത്തിൽ ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കഴിഞ്ഞപ്പോൾ സ്തോത്രം വിഗ്രഹാരാധന നടത്തി. മോശ പർവ്വതത്തിൽ നിന്ന് താഴെ വന്ന് ഇസ്രായേൽ ജനത്തോട് ചോദിച്ചു, യഹോവയുടെ പക്ഷത്ത് നിൽപ്പാൻ ആരുണ്ട്? യഹോവയുടെ പക്ഷത്ത് നിൽപ്പാൻ ആരുണ്ട്? യഹോവയുടെ പക്ഷത്ത് നിൽപ്പാൻ ആരുണ്ട്? അതുവരെയും കാത്തുപരിപാലിച്ചു കൊണ്ടുവന്ന, വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ജനമെല്ലാം മാറി നിന്നപ്പോൾ ഒരു ഗോത്രം മാത്രം യഹോവയുടെ ഭാഗത്തേക്ക് മാറി നിന്നു. അത് ലേവ്യ ഗോത്രമായിരുന്നു. അല്ലേ? ലേവ്യ ഗോത്രമായിരുന്നു. ഞങ്ങളുണ്ട് യഹോവയുടെ പക്ഷത്തെന്നും പറഞ്ഞല്ലേ? പക്ഷേ ദൈവം അവരെ മാനിക്കാതെ വിട്ടോ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അല്ലേ? പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന അഭിഷേക തൈലം ആ ഗോത്രത്തിലുള്ളവരുടെ തലമേൽ അവൻ പകർന്നെങ്കിൽ നിന്ദിക്കപ്പെട്ടെടുത്ത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിന്നെ സഹിച്ച് സ്വന്തം ദുഃഖം സഹിച്ച് യേശുവിന്റെ നാമത്തിന് വേണ്ടി നീ ഇറങ്ങിയിട്ടുണ്ടോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കൊതിക്കുന്നുണ്ടോ? അവന്റെ മുഖത്തേക്ക് നോക്കിയാണോ നീ ഇറങ്ങിയത്? അവൻ നിന്നെ കൈവിടുകയില്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യൗവനക്കാർ ദർശനങ്ങൾ കാണുമെന്നുള്ള ദൈവത്തിന്റെ വചനം ഒരു വാഗ്ദത്ത വചനം പോലെ അന്ത്യകാലത്ത് പകരപ്പെടുന്ന അന്ത്യകാല അഭിഷേകം ദൈവസഭയുടെ മേൽ, നിന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെ മേൽ പകരപ്പെടട്ടെ. ആരാധിച്ച് അത് ഏറ്റെടുക്കുന്നവരുടെ മേൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവസഭയിൽ കടന്നു വന്ന എല്ലാവരുടെ മേലിലേക്കും അവന്റെ ആത്മാവിനെ പകരുമ്പോൾ പ്രവചനവരത്തെ വാഞ്ചിപ്പീൻ. നിന്റെ പുത്രന്മാർ പ്രവചിക്കട്ടെ, നിന്റെ പുത്രിമാർ പ്രവചിക്കട്ടെ. ഉടവം നിന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ആമേൻ, സ്തോത്രം. അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഉടവം ധനകം ഘടകം ശൈരികനാഥല ഉടബലബലഭ ശൈരികന. ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. ആമേൻ, ശബലബലതല ഘടക. അവന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അവനാ എണ്ണ പകരുന്നത്, അവനാ നിന്നെ അഭിഷേകം ചെയ്തിറക്കുന്നത്. ഉടബലബലതല ഘടക ശൈരികനാഥന. ഉടബം ധനകം ഘടകം ശബനം ഉടബലബലതല ഘടക ശൈരികനാഥന ബൗഡ. ഭക്തന്മാരുടെയും അഭിഷക്തന്മാരുടെയും ഗണത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ചിലതിനെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കട്ടെ. ഉടബലബലതല ഘടക ശൈരികനാഥന. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയെ തകർക്കാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ കഴിയുകയില്ല. ഉടബം ധനകം ഘടകം ശൈരികലാതല ഘടക ശബനബലബല ഘടക ഉടിബിരി ഘടക ശൈരികനാഥന. അടകം ധനകം ഘടകം ശബലാധന ഘടകം ഉടിബിരി ഘടക ശൈരികനാഥന. അടകം ധനകം ഘടകം ശബലം. പ്രാർത്ഥിക്കുക, തലമുറകളുടെ മേലേക്ക് അത് പകരപ്പെടട്ടെ. ഉടബലബലതല ഘടക ശൈരികനാഥന. ഉടബലബലബലതല ഘടക ശബലബലബലധന ഘടകം. ഓ, ഈ അന്ത്യകാലത്ത് നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ അന്ത്യകാലത്ത് നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. ശൗലിന്റെ മേൽ അഭിഷേകം, ആത്മാവ് വന്നപ്പോൾ അവൻ പ്രവചിച്ചതുപോലെ ചില യെരമ്യാവുമാരെ ദൈവസഭയ്ക്ക് നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ.
ഉടിപിരി ഘടക ശാതല ഘടകം വൈഡം ധനകം ഉടകം ധനകം ഘടകം കെട്ടിക്കളയാൻ വെല്ലുവിളിക്കുന്ന ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനെ കെട്ടുന്ന സകല കെട്ടുകളും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ളവർ അഴിക്കുന്നു. ഉടബലതല ഘടക ശാതല ബൗഡം റിഗബല ധനഘടക ശൈരികന ഉടബല ഘടക ശൈരികലാധന ഉടകം ധനഘടകം ശൈരിക. ഓ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഉടബലബലതല ഘടക ശബലബലബലതല ഘടക ഉടിബിരി ദിരിബിരി ഘടക ശൈരിക. ഓ റിഗബ ശബല ധനക ഘടക. ഓ റിബല ബല 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 ഉടബ നാദല ഘടക ഉടബ ശൈരിക നാദന ഘടകം. ഓ ശബല ബല ബലതല ഘടകം ഉടിബിരാധന ഘടകം. ഓ, നിന്റെ ശുശ്രൂഷകൾ എഴുന്നേൽക്കട്ടെ. അവ നിന്റെ ശുശ്രൂഷകൾ എഴുന്നേൽക്കട്ടെ. ദുഷ്ടം കെട്ടിയതെല്ലാം പൊട്ടട്ടെ. ഉടബം ധനകം ഘടകം ശബലം. സ്വതന്ത്രനാവട്ടെ. യേശുവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന തലമുറകളെ കെട്ടുന്ന ദുഷ്ടന്റെ അമിക്കയറുകളൊന്ന് അഴിഞ്ഞു മാറട്ടെ. കാലമധികമില്ല കേട്ടോ, കാലമധികമില്ല. യേശു മടങ്ങി വരാറായി. ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടുന്ന ശുശ്രൂഷ നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. ഉടബലബലതല ഘടക ശൈരികനാദല ഘടകം ഉടബലബലതല ഘടക ശബലബലബല ഘടകം ഉടബം ധനകം ഘടകം ശബലം വൈഡം ദാനം ദിരകം ഉടബലബലതല ഘടക ശൈരികനാദന. ഓ ശബലബലബലതല. കുഞ്ഞെ, നിന്നെ ഒരു അഭിഷേകം കാത്തിരിക്കുന്നു. അമേൻ അമേൻ, നിന്നെ ഒരു അഭിഷേകം കാത്തിരിക്കുന്നു. ഉടബല നിന്നെ അഭിഷേകം ചെയ്യേണ്ടുന്ന ഉടബ ശബലേധിക ശബനാദനകൾ പുതിയ നിയമ സഭയുടെ ആമേൻ സ്തോത്രം അഭിഷക്തൻ ഉടബശാദല ഘടക നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഉടിപരാധന ഘടകൾ ശൈരികനാഥൻ. അവനാ നമ്മെ ശുശ്രൂഷിക്കുന്നത്. അവൻ്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഞാനല്ല. ആമേൻ സ്തോത്രം. ഇവിടെയുള്ളവരാരുമല്ല, നമ്മളാരുമല്ല. അവനാ നിന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ കാര്യം നീ അവൻ്റെ കാൽപാദത്തിങ്കൽ വയ്ക്ക്. നിന്റെ കാര്യം നീ അവൻ്റെ കാൽപാദത്തിങ്കൽ വയ്ക്ക്. നിന്റെ ശുശ്രൂഷയെ ഏൽപ്പിക്കുന്നതും അവനാ. നിന്റെ ശുശ്രൂഷയെ വളർത്തുന്നതും അവനാ. അവൻ നിന്നെ കത്തിച്ചു വയ്ക്കുന്നതും അവനാണ്. ഈ ലോകമല്ല, ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയുകയില്ല. അതിൻ്റെ അപ്പനറിയാതെ നിന്റെ തലമുറകളെയും തൊടുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, ആ യേശുവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ആമേൻ സ്തോത്രം. ആമേൻ യോഹന്നാനെ പോലെ പദ്മോസിൽ കിടക്കുമ്പോൾ ആമേൻ പിൻപോട്ട് പോകാനല്ല, മറിച്ചോ ആമേൻ തിരിച്ചു വരുവാൻ ദുഷ്ടൻ പിന്നോട്ട് വലിക്കുമ്പോൾ ആമേൻ അധികമായി മടങ്ങി വന്ന് ആമേൻ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ആമേൻ സ്തോത്രം. ഞാനപ്പോൾ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എഴുതപ്പെട്ടത് ആമേൻ സ്തോത്രം യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടതിനും ആമേൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനും മധ്യത്തിൽ അതിപ്രാധാന്യത്തോടുകൂടെ ആരെഴുതി? സഭയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സഭയുടെ ഉടമസ്ഥൻ എഴുതി. ആമേൻ സ്തോത്രം. ചാവാറായ ശിശുക്കളെ നിങ്ങൾ ശക്തീകരിക്കുക. ആമേൻ സ്തോത്രം. നിങ്ങൾ ശക്തീകരിക്കുക. ആമേൻ. സമയം മുൻപോട്ട് പോയല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത ഫാസ്റ്റിംഗ് പ്രസംഗിക്കുന്നത് ായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനെ 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 പരിശുദ്ധനെ. അപ്പാ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ദൈവമേ സ്തോത്രം ഞങ്ങൾ കടന്നു വരുന്നു. അപ്പാ ദൈവമേ സ്തോത്രം. ഇത് അന്ത്യകാലമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഞങ്ങളെ തന്നെ ഒരുക്കുന്ന ആലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കുന്നല്ലോ. അപ്പോൾ ദൈവമേ സ്തോത്രം. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവമേ ഞങ്ങളെക്കുറിച്ച് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ ദൈവമേ ചെയ്തെടുത്തുകൊണ്ട് ഞങ്ങളെ തന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. കേൾക്കുമാറാകണമേ. ദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ഗീതാസ്വരത്തോടും ആർപ്പോടും കൂടെ
സ്വരത്തോടും അർപ്പോടും കൂടെ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതർ തുല്യരായി വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതർ തുല്യരായി കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം കുഞ്ഞാട്ടിൻ കല്യാണം വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണം മഹൽ നീളത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാകാശത്ത് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാകാവർക്ക് കർത്താവു എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഏഴ് വിളക്കിന് നടുവിൽ കൂടെ ഏഴ് നിലവിളക്കിന് ഏഴ് നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴ് പൊൻനിലവിൽ കൂടെ നടുവിൽ കൂടെ ആറ്റുന്നവൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്.
അടരകടക ശബ്ദേരി ബലബല ബൗഡാരകലകടകരക ശൈദാരകലക ശബ്ദരേ വൈഡബല ഓ റകന ബലബല ബൗഡകരകടകരക ശബ്ദരേ റിഗരകടകരകസ്യ. ഹല്ലേലൂയ. റഖാദിയാന ബലബല ബൗഡകരക ശബ്ദനേ വൈഡകൽ ഖാദിയാരകനഗസി വൈഡകാരി ഖദിയാന ബല ബൗഡശേരികൾ ഖാദനാരകലകടകരക ശൈഡേരി ബല ബൗഡബര ഉടനാരകലകടകരക സൈധേരി ബൽഖാദനാരകടകരകസ്യ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണതയുള്ളതാകട്ടെ നമ്മുടെ പ്രവൃത്തികൾ, വിശുദ്ധമായിരിക്കട്ടെ നമ്മുടെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. നിത്യതയെ നഷ്ടമാക്കുന്നതൊന്നും നമ്മുടെ ജീവിതം കൊണ്ട് പുറത്തു വരാതിരിക്കട്ടെ. ആമേൻ. ദൈവമേ, ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ദൈവത്തിന് വേല ചെയ്യുവാൻ, നിത്യത അവകാശമാക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. വചന സംസാരിപ്പൻ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ദൈവം അധികമായി ശക്തിപ്പെടുത്തട്ടെ. ദൈവസഭയെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. കേൾക്കപ്പെട്ട വചനത്തെ ഓർത്തുകൊണ്ടും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്തുകൊണ്ടും ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സുദർജം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ പകൽക്കാലത്തിൻ്റെ ഈ ഉച്ച കഴിഞ്ഞ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഒരു അവസരം കൂടി അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ഞങ്ങളുടെ കൂടിവരവിൻ്റെ മധ്യേ കർത്താവ് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു.